ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പദയേ നമ. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വരകൃപയും ആയുരാരോഗ്യവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകാസമസ്ത സുഖിനോ ഭവന്തു. മക്കളെ, നമുക്ക് രാമായണം വായിക്കാം. നമ്മളിവിടെ കഴിഞ്ഞ ദിവസം വായിച്ചത് ഭഗവാന്റെ മായ രണ്ടവസ്ഥയാണെന്ന്. മഹാമായ രണ്ട് സ്വഭാവം, അതായത് അവിദ്യയും വിദ്യയും. അവിദ്യ എന്ന് പറയുന്ന ഈ പ്രപഞ്ചം, കാരണം അത് അറിവില്ലായ്മയാണ്. അറിവുണ്ടായി വരുമ്പം വിദ്യ വരും. ആ വിദ്യാരൂപിണി നമ്മളെല്ലാം ജീവാത്മാവായി നിൽക്കുന്ന ആ ശക്തി സ്വരൂപിണിയാണ്. അത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. അതല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കും ഉള്ളിൽ. നമ്മളെല്ലാം ഉള്ളിലുണ്ട്. പക്ഷേ അതുകൊണ്ട് മഹാമായയ്ക്ക് രണ്ട് അവസ്ഥ, മായയ്ക്ക് രണ്ട് രൂപം എന്നറിയൂ സൗമിത്രേ. ഭഗവാൻ ശ്രീരാമൻ പറയുന്നു, ലക്ഷ്മണൻ ഉപദേശം കൊടുക്കുവാണ്. നമ്മൾ മറന്നുപോയോ അതൊന്ന് വായിച്ചത്? അതുകൊണ്ട് ഉണ്ടല്ലോ പിന്നെ വിക്ഷേപ ആവരണങ്ങളെന്ന് രണ്ട് രൂപം മായയ്ക്കെന്നറിയ സൗമിത്രേ നീ എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിയ അതിസ്ഥൂല സൂക്ഷ്മ ഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തമാ അവിദ്യാരൂപമതും സംഘാതി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും. അവിദ്യ കൊണ്ടാണ് നമുക്ക് സംഘാതി ദോഷം ഉണ്ടാകുന്നത്. എന്നുവെച്ചാൽ കെട്ടി കിടക്കുന്നത് മക്കളും കുട്ടികളായിട്ട് ഇങ്ങനെ ദുരിതാബ്ദിയിൽ ഇങ്ങനെ കെട്ടിട്ട് കിടക്കുന്നു. അതിൽ നിന്ന് മുക്തനാവണമെങ്കിൽ എന്ത് വരണം? വിദ്യ ഉണ്ടാകണം, അറിവ് നേടണം. അതുവരെ നമുക്ക് ഇവിടെ ബ്രഹ്മാന്തമാ അവിദ്യയാണ്. മഹാമായയുടെ ഒരു രൂപമാണ് അവിദ്യ. അതാണ് ഈ പ്രപഞ്ചം മഹാമായ. നമുക്കത് അറിവില്ലായ്മയാണ്. ജനിക്കുമ്പോഴേ നമുക്ക് ഒരു അറിവും ഇവിടെ ഈ പ്രപഞ്ചത്തിൽ വന്നു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ നമുക്ക് അറിഞ്ഞ ഒരു ഗുരുവിൻ്റെ മുഖത്തുനിന്നോ അല്ലെങ്കിൽ ഇതുപോലെ എല്ലാമൊക്കെ പഠിച്ചു വരുവാണെങ്കിൽ നമുക്ക് വിദ്യ വരും. അത് മഹാമായക ദേവിയുടെ മറ്റൊരു രൂപമാണ്. ആ രൂപമാണ് നമ്മൾ എടുക്കേണ്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ബന്ധത്തിൽ ഇതെല്ലാം ഇവിടെ ബന്ധമാണ്. അതിൽ നിന്ന് മോക്ഷത്തേക്ക് പോകണമെങ്കിൽ വിദ്യ തന്നെ വേണം. അല്ലെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ട് കെട്ടിട്ട് സംഘം എന്ന് പറഞ്ഞ, അതായത് എൻ്റെ കുഞ്ഞുങ്ങളെ പിരിയാൻ വയ്യ, ഭാര്യ ഭർത്താവിനെ ഇങ്ങനെ ഒരു ബന്ധപ്പെട്ട് മനസ്സിൽ നിന്ന് വിടുതൽ കിട്ടത്തില്ല, അകൽച്ച ഉണ്ടാകില്ല. എപ്പോഴും കെട്ടി ഇറുക്കി വെച്ചേക്കുക. അത് അഴിച്ചെങ്കിൽ മാത്രമേ വിദ്യ വരുമ്പോൾ അഴിയും, തനിയേ അഴിയും. കാരണം നമുക്ക് തന്നെ മനസ്സിലാവും ഇത്രയും അഗാധമായ ആഴ്ന്നുള്ള ഒരു ബന്ധം നമുക്ക് വേണ്ട. ഇതെല്ലാം ഈശ്വരൻ്റെ സന്തതികളാണെന്നും എല്ലാം ഒരുപോലെ ആണെന്നും മമത എല്ലാം വിട്ടുമാറും. അപ്പോൾ എല്ലാവരും ഒന്നായിട്ട് ഉൾക്കൊള്ളാനും ഒരു ശാന്തി സമാധാനമൊക്കെ അങ്ങനെ നമുക്ക് കിട്ടാൻ പറ്റും. അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് വേദനയും വിഷമോ, കുട്ടികൾ എങ്ങോട്ടെങ്കിലും പോയാൽ ഉടനെ വേദന. മറ്റെന്താ, എല്ലാം ഈശ്വരൻ്റെ സന്തതികളാണ് നമ്മൾ ഉൾക്കൊള്ളും. എങ്ങോട്ട് പോയാലും ഈശ്വരൻ അറിയാതെ ഒന്നും വരത്തില്ല. എല്ലാം ഈശ്വരൻ നോക്കിക്കൊള്ളും. അദ്ദേഹത്തിൻ്റെ സന്തതികളാണ് നമ്മളെല്ലാവരും. നമുക്ക് പിന്നെ നമ്മളെ കൊണ്ട് നടക്കുമോ? ആരെയും കാത്തു കെട്ടാൻ ഒരിക്കലും നടക്കത്തില്ല. കുട്ടികൾക്ക് എവിടെല്ലാം പോകണം, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴെല്ലാം എന്ത് വരും? നമുക്ക് പല പല അപകടങ്ങൾ. എന്താ കാരണം? നമ്മൾ അറിയുന്നില്ല.
യഥാർത്ഥത്തെ അറിയുമ്പോൾ നമുക്ക് ശാന്തി സമാധാനം വരും, നോക്കാൻ ആളെന്നുള്ള ചിന്ത നമുക്കുണ്ടാവും. എൻ്റെ മക്കൾ എങ്ങോട്ട് പോയാലും, അത് നമ്മൾ പ്രസവിച്ച മക്കൾ നമ്മുടെ മക്കൾ തന്നെയാണ്. എങ്ങോട്ട് പോയാലും തമ്പുരാൻ കൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സന്തതികളാണ് നമ്മളെല്ലാം. അങ്ങനെ ഒരു ഉള്ളിലൊരു ജ്ഞാനം ഉദിക്കും. അപ്പോൾ നമുക്ക് ഒന്നിലും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒന്നും വിഷമങ്ങളില്ല. അഥവാ എന്തെങ്കിലും സംഭവിച്ചാലും സംഭവാമി, അതായത് വരേണ്ടുന്നതാണെന്ന് ഉൾക്കൊള്ളാനുള്ളൊരു ബോധം നമുക്കുണ്ടാകും, അറിവുണ്ടാകും. അപ്പോൾ അത്രത്തോളമുള്ള ആഴ്ന്നിറങ്ങിയ ദുഃഖം ഉണ്ടാവത്തില്ല. ദുഃഖത്തിലും സുഖത്തിലെല്ലാം ഒരേ അവസ്ഥ നമുക്കുണ്ടാകും. അതിനാണ് നമ്മൾ അവിദ്യ മാറി വിദ്യയിലേക്ക് വരണം. വിദ്യ കൊണ്ടേ നേടാൻ പറ്റും. അല്ലെങ്കിൽ എന്താ പറയുക, എല്ലായ്പ്പോഴും നമുക്ക് ദുഃഖമേ കാണും. ജ്ഞാനരൂപിണിയാകും വിദ്യയായത് മറ്റേത് ആനന്ദപ്രാപ്തി ഹേതുഭൂതയെന്നറിഞ്ഞാലും. തൊണ്ട കൊണ്ടിരിക്കും, നീട്ടിന്ന് വായിക്കാൻ വയ്യ. അപ്പം ജ്ഞാനരൂപിണിയാണ് ആ മഹാമായയുടെ ഒരു രൂപം. അതെന്താണ്? വിദ്യ. അതെന്താണ് അതിൻ്റെ സ്വഭാവം? ആനന്ദപ്രാപ്തിയാണ്. അപ്പോൾ നമുക്ക് എല്ലാത്തിലും ശാന്തി സമാധാനം വരുമ്പോൾ നമുക്ക് ആനന്ദം ഉണ്ടാകും. നമ്മൾ തന്നെ വരുത്തിയേ അത് വരത്തുള്ളൂ. അല്ലാതെ വരുന്ന എങ്ങനെയാ? നമ്മളെ ഉള്ളം, അതായത് ഈശ്വരൻ അറിവാകുന്നു. അറിവ് വരുമ്പം ഈശ്വരൻ്റെ സ്വഭാവം എന്താണ്? അരൂപിയായിരിക്കുന്ന പരമാത്മാവിൻ്റെ രൂപം ഉണ്ടോ? രൂപം ഇല്ലാത്ത പരമാത്മാവ് എന്നെ എന്താ ഉള്ളത്? ആനന്ദമാകുന്നു. അത് നമ്മൾ രുചിച്ചറിയുമ്പം പരമാത്മാവ് ആനന്ദ സ്വരൂപനാണെന്ന് നമ്മൾ അറിയും. ഈ വിദ്യ നമ്മളിലേക്ക് വരുമ്പോൾ, നമ്മൾ അറിഞ്ഞ് അത് മനസ്സിലാക്കുമ്പോൾ നമ്മളതിനെ ആ അമൃതാകുന്ന ആനന്ദത്തെ നമ്മൾ അറിയാനും ശ്രമിക്കുക. അതിൻ്റെ ആ ഒരു നിർവൃതി, ആ ഒരു രൂപം എന്ന് വെച്ചാൽ ഭഗവാന്റെ സ്വഭാവം അതാണ്, ആനന്ദമാണ്. ജ്ഞാനരൂപിണിയാകും വിദ്യയായത് മറ്റേത് ആനന്ദപ്രാപ്തി. ഒന്ന് അവിദ്യ, മറ്റേതെന്ന് പറഞ്ഞാൽ എന്താണ്? ആനന്ദപ്രാപ്തി. അപ്പോൾ ഒരു സ്വഭാവം ആനന്ദം, അതാണ് വിദ്യ. അവിദ്യ എന്താണ്? ബന്ധങ്ങൾ, ദുരിതങ്ങൾ, കെട്ടിട്ട് വെക്കുന്ന ഒരിക്കലും കരകയറാമയാത്ത ഈ സംസാര സാഗരം അതാ പറയുന്നത്. അപ്പോൾ ഏതാ നമുക്ക് ഇഷ്ടം വരേണ്ടുന്നത്? ആനന്ദമല്ലേ നല്ലത്. അപ്പോൾ നമ്മൾ എന്ത് നേടണം? ഇതൊക്കെ നമ്മൾ ഈ ഭഗവാൻ തരുന്ന ഉപദേശം, ഇത് നമുക്ക് എല്ലാവർക്കും വേണ്ട ഉപദേശമാണ്. ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശമായത് പരമാത്മാവായ ശ്രീരാമൻ. അപ്പോൾ നമുക്ക് അത് ഗുരുവായി നിന്നുകൊണ്ട് ഇത് തരുന്നു. നമ്മൾ അത് മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ നമുക്ക് തൊണ്ട തമ്മലുണ്ട്, മാറിയിട്ടില്ല. അത് തൊണ്ട കുരുടക്കും ഉണ്ട് കൂടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ഇടും. അപ്പോൾ ആനന്ദപ്രാപ്തി ഹേതുഭൂതയെന്നറിഞ്ഞാലും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ഉള്ളിലെ ജീവചൈതന്യമാക്കുന്ന, അതായത് ജീവശക്തി, അതാ അമ്മ മഹാമായ പരാശക്തി, അതിനെ ഉണർത്തുമ്പോഴാണ് അത് വിദ്യ കൊണ്ടേ ഉണരൂ. എങ്ങനെയാ? അറിവ് നമുക്ക് വർദ്ധിക്കുമ്പോൾ നമ്മൾ ഭക്തി വർദ്ധിക്കും. അറിഞ്ഞ് ഇങ്ങനെയൊന്നും ഉണ്ട്, ഭഗവാൻ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം ഭക്തി വർദ്ധിക്കുമ്പോൾ, അറിവും കൂടെ ആകുമ്പോൾ നമുക്കത് പ്രാപ്തമാകും. മായാ കൽപ്പിതം പരമാത്മനി വിശ്വമെടോ, മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്ന് തോന്നിക്കുന്നു. ഇത് മായാകൽപ്പിതമാണ്. പരമാത്മനി ഈ വിശ്വം എല്ലാം ഇവിടെ മായ കൊണ്ടുണ്ടായതാണ്. അതുകൊണ്ട് ഈ വിശ്വം നമുക്ക് എന്താ തോന്നിക്കുന്ന, ഇങ്ങനെ വിശ്വം ഉണ്ടെന്ന് നമുക്ക് തോന്നാനുള്ള കാരണം എന്താ? മായ കൊണ്ടാണ്. അത് കൺകെട്ട് വേല പോലെ. ഈ മുതുകാടൊക്കെ കാണിക്കുന്ന കൺകെട്ടില്ലേ, എന്തായാലും പറഞ്ഞേ, അതിനെന്തോ പേരുണ്ടല്ലോ, മായാജാലം, നല്ല എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ജാലവിദ്യ എന്നൊക്കെ പറയാമല്ലോ. അതാണ് ഈ പ്രപഞ്ചം. നമുക്ക് ചിലത് ഇപ്പം എന്താ പറയുക, പല ജീവനുകളും ഇപ്പം മനുഷ്യനായിട്ട് 10 പേരുടെ 10 രീതിയിലായിരിക്കും അവരുടെ ശരീരം മെടിക്കുന്നത്. ചിലർക്ക് ജനിച്ച് ഭൂമിയിലേക്ക് പിറക്കുമ്പോഴേ പോകും, ചിലർ കുറച്ച് നാളെ കഴിഞ്ഞ്, ചിലർ 100 വയസ്സുവരെയിരിക്കും. ചിലപ്പോൾ ബ്രഹ്മാവിന് എത്രമാത്രം ആയുസ്സുണ്ട് അതുപോലെ മനുഷ്യർക്ക് ചിലപ്പോൾ 120, ചിലപ്പോൾ അതിൽ കൂടി, ഇങ്ങനെയൊക്കെ പലർക്ക് പല രീതിയാണ്. പക്ഷേ ഇവിടെ നിലനിൽക്കുമോ? ബ്രഹ്മാവ് വരെ ഇവിടുന്ന് പോകത്തില്ലേ? അതായത് ഇപ്പം പല വൃക്ഷങ്ങളുള്ളത്, അരയാലൊക്കെ ഒരുപാട് വർഷം നിൽക്കുന്നത്, ബാക്കി എല്ലാ വർഷങ്ങളും പെട്ടെന്ന് പോകും. 500 വർഷം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടുതലാണ് നിൽക്കുമെങ്കിലും മായ കൊണ്ട് ഇവിടെ ഒന്നും നിലനിൽക്കുകയില്ല. എന്താ? അതെല്ലാം കാണുന്നതെല്ലാം സത്യമല്ലാത്തതുകൊണ്ട് ഇതൊക്കെ നശിക്കുന്നതെന്നാണ് പ്രപഞ്ചം. അപ്പം ഇവിടെ മായ കൽപ്പിതമാണ്. ഈ വിശ്വമെല്ലാം പരമാത്മന് വിശ്വമെടോ, മായ കൊണ്ടാണ് ഇത് വിശ്വം ഉണ്ടെന്ന് നമുക്ക് തോന്നിക്കുന്നത്. നമുക്കിവിടെ തോന്നലാണത്. ഇവിടെ നിലനിൽക്കുകയില്ല, നമ്മൾ ആരും നിലനിൽക്കുന്നില്ല. അപ്പോൾ നമുക്ക് തോന്നിക്കുന്നതാണ്. അത് എങ്ങനെയെന്ന് വെച്ചാൽ, രജ്ജുഖണ്ഡത്തിങ്കലെ പന്നക ബുദ്ധി പോലെ. അപ്പം രജ്ജുഖണ്ഡം, ഒരു കഷ്ണം രജ്ജു കയറാണ്. ഒരു കഷ്ണം കയറിനെ കണ്ടിട്ട് നമുക്ക് സൂക്ഷിച്ച് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണും? അത് പാമ്പാന്നൊക്കെ തോന്നിപ്പോന്ന്. പക്ഷേ അത് യഥാർത്ഥം നമ്മളെ തോന്നലാണത്. അതുപോലെയാണ് ഈ പ്രപഞ്ചം. ഇത് നമുക്ക് തോന്നുന്നത് എന്താ? മായ കൊണ്ട് തോന്നുന്നു ഇതൊക്കെ ഉള്ളതാണെന്ന്. രജ്ജു കയറ് കണ്ടത് സർപ്പമെന്ന് തോന്നുന്നത് പോലെ, പാമ്പെന്ന് തോന്നുന്നത് പോലെ. പക്ഷെ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ എന്തുവരും? അത് കയറാന്ന് കാണും. നമ്മൾ സൂക്ഷിച്ച് നോക്കാന്ന് പറഞ്ഞാൽ എന്താ?
നമ്മുടെ ഉള്ളിൽ ഉണർവോടുകൂടി ഇതറിഞ്ഞു വന്ന് നമ്മൾ സൂക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം മായയാണ്, ഇതെല്ലാം മാറിപ്പോകുന്നതാണ്. നിലനിൽക്കുന്നത് ഏതാ ഉള്ളത്? ഈ യഥാർത്ഥമായ ഒരു ഉണ്മ മാത്രമേ, സത്യമായിരിക്കുന്ന ആ ഉണ്മ മാത്രമേ ഇവിടെ ഉള്ളെന്ന് നമ്മൾ അറിയുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് കയറാണെന്ന് നമ്മൾ അറിയുന്നത്. ഈ സൂക്ഷിച്ച് നോക്കിച്ചാൽ നമ്മൾ ബുദ്ധി പ്രയോഗിച്ച് ഒന്ന് ഭംഗിയായിട്ട് നോക്കാൻ ശ്രമിക്കും. അതുപോലെ ഇവിടെ എന്തൊക്കെയാണ് നിലനിൽക്കുന്നതും നിലനിൽക്കാത്തതും നമ്മൾ സൂക്ഷിച്ച് ഉള്ളം മനസ്സിലാക്കി അറിയും വിദ്യ. അങ്ങനെ അറിഞ്ഞ് സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് നമുക്കറിയുന്നത് പരമാത്മാവായ ഈശ്വരനല്ലാതെ, ആ ഉണ്മ ചൈതന്യമല്ലാതെ ഒന്നിവിടെ ഇല്ല എന്ന് നമ്മൾ സൂക്ഷിച്ച് നോക്കുക എന്ന് പറയുന്നത് അതാണ്. ഉള്ളിൽ ഉറ്റുണർന്നിരിക്കും ഈശ്വരൻ വസുപ്പതയെ ഉള്ളിൽ ഉറ്റു നോക്കുവിൻ. ഇത് കയറോ പാമ്പോ എന്ന് നമ്മൾ ഉറ്റു നോക്കുമ്പോഴാണ് അത് കയറാണ്, പാമ്പല്ല. അതുപോലെ നമ്മളെ ഉള്ളിൽ അത്രമാത്രം അറിവ് വന്ന് ഉറ്റു നോക്കുമ്പോഴാണ് അറിയുന്നത് ഈ കാണായതെല്ലാം പ്രപഞ്ചം മൊത്തം നശിക്കുന്നതാണ്, ബാക്കി ഒന്നേ നിലനിൽക്കൂ, സത്യമായ ഒന്നേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് രജ്ജു കണ്ടെത്തിങ്കിലെ പന്നക ബുദ്ധി പോലെ, പന്നകം പാമ്പ്, രജ്ജു കഷ്ണം കണ്ട് കയറ് കഷ്ണം കണ്ടുകൊണ്ട് പാമ്പെന്ന് നമ്മൾ ബുദ്ധി നോക്കി മനസ്സിലാക്കുന്നത് പോലെ നിശ്ചയം വിചാരിക്കൽ ഏതും ഒന്നില്ലയല്ലോ. അങ്ങനെ നിശ്ചയിച്ചാൽ എന്താ? വിചാരിക്കൽ ഏതും ഇതൊന്നും തന്നെ ഇവിടെ ഇല്ല. നമുക്ക് ഉറ്റുണർന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ കാണായതെല്ലാം മിഥ്യയാണ്, ഇത് സത്യമല്ല, ഇതൊക്കെ നിശ്ചയം. നമ്മൾ സത്യമായിട്ട് നമ്മൾ വിചാരിച്ച് നോക്കുമ്പോൾ ഇത് ഒന്നും ഇല്ലയല്ലോ, ഈ കാണായതൊക്കെ മാറിപ്പോകും. നമ്മൾ ജനിച്ച നാളോട്ട് ഇത്രയും നാളുകൊണ്ട് എത്രയോ കാര്യങ്ങൾ ഇവിടുന്ന് കഴിഞ്ഞു പോയി, ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ അതുപോലെ തന്നെ ഭാവിയിൽ അങ്ങോട്ട് ഇങ്ങനെ പ്രളയം വരെ ഇത് തന്നെയാണ്. അവസാനം മൊത്തവും അങ്ങ് നശിക്കും. ഒന്നിച്ചെല്ലാം ബാക്കിയുള്ളത് വന്നും പോയി നിന്നിട്ട് മൊത്തത്തിൽ ഒരു പ്രളയം വരും. എല്ലാം നശിക്കത്തില്ലേ? അതുപോലെ ഇതെല്ലാം പരമാത്മാവായ ഭഗവാന്റെ ഉള്ളത്തിലേക്ക് മൊത്തം ആവാഹിച്ച് നമ്മളെ മൊത്തവും ഭഗവാൻ വഹിക്കുകയും ചെയ്യുന്നു പ്രളയത്തിൽ. അതാണ് അറിയുമ്പോൾ നമ്മൾ ഇതെല്ലാം അറിയും, ഇതൊക്കെ മിഥ്യയാണ്. അതുകൊണ്ട് മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതും എല്ലാം സ്വപ്ന സന്നിഭം. അപ്പോൾ മാനവന്മാരാൽ, നമ്മൾ മനുഷ്യർക്കല്ലേ ഇതൊക്കെ ചിന്തിക്കാനുള്ള കഴിവുള്ള, മൃഗങ്ങൾക്ക് ഇതൊന്നും ഇല്ലല്ലോ. വൃക്ഷങ്ങൾക്ക് അത്ര പോലും ഇല്ല, മൃഗങ്ങൾക്ക് അല്പം ഒന്നുമില്ല. കാരണം അവർ ജീവിച്ച് അവർ മരിക്കുന്ന എപ്പോഴെന്ന് അറിയുന്നില്ല, അവർ ഒന്നും തന്നെ അവർക്ക് അങ്ങനെ ബുദ്ധിയില്ലല്ലോ. ഇവിടെ മനുഷ്യർക്കാണ് ഇതൊക്കെ ഈ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ, നമ്മുടെ മനസ്സിങ്കൽ സ്മരിക്കപ്പെടുന്നതൊക്കെ എന്താണ്? ഒന്നും നിത്യമല്ല. എന്തതുപോലെയാ? സ്വപ്നം പോലെ. രാത്രി നമ്മൾ എപ്പോഴും നമ്മൾ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണും, ഉണരുമ്പോൾ എന്തെങ്കിലും സ്വപ്നമുണ്ടോ? അതുപോലെയാണ്. അതുകൊണ്ട് മനുഷ്യരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതും എല്ലാം സ്വപ്ന സന്നിഭം. വിചാരിക്കലില്ലാതൊന്നല്ലോ, ഇതൊന്നും തന്നെ വിചാരിച്ചാൽ ഒന്നുമില്ല, സർവ്വതും സ്വപ്നമാണ്. നമ്മൾ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് പോലെയാണ് ഈ ഉണർന്നിരിക്കുമ്പോൾ ഇതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അല്പം കഴിയുമ്പോൾ എന്നെപ്പോലും കാണുന്നില്ല, അങ്ങനെ പലരെയും കാണുന്നില്ല, അങ്ങനെ കൂടെ എല്ലാം അങ്ങ് മാഞ്ഞു പോകുന്നു. പക്ഷെ വീണ്ടും ഇതുപോലെ ഓരോന്ന് ഉദിച്ചൊതിച്ച് കുമള വരുന്ന പോലെ വരും, വീണ്ടും പൊട്ടിപ്പോകും. ഇതുകൊണ്ടാണ് ഇവിടെ സ്വപ്ന സന്നിഭം. സ്വപ്നം കണ്ടുണരുന്നപ്പോൾ ഒന്നുമില്ലാത്തതുപോലെയാണ് ഈ പ്രപഞ്ചം. അതുകൊണ്ട് സ്വപ്ന സന്നിഭം വിചാരിക്കലില്ലാതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികല്പമുണ്ടാകേണ്ട. അതുകൊണ്ട് നിന്റെ വിഭ്രമം എല്ലാം കളയൂ. ലക്ഷ്മണനോട് ഭഗവാൻ ശ്രീരാമൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാം സ്വപ്ന സന്നിഭമാണ്. ഇതെല്ലാം ഗുരുമുഖത്തുനിന്ന് ഇതൊക്കെ കിട്ടി നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം എല്ലാവർക്കും കുറേയൊക്കെ അറിയാം. എപ്പോഴും ഇതൊക്കെ അല്ലേ കേൾക്കുന്നത്, സപ്താഹത്തിനും അതിലൊക്കെ കേൾക്കുന്നുണ്ടാക്കി. ഞാനെങ്ങും പോകത്തോണ്ട് അറിയുന്നില്ല. അതുകൊണ്ട് കുറേ പേർക്ക് ഇപ്പം എന്നെ ഒരു മകളെന്ന് എന്നെ ഒന്നും വിളിക്കാറുണ്ട്, അവർക്ക് കമൻസ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ വിളിക്കുമ്പോൾ പറയും, അമ്മ ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, എല്ലാവരും എപ്പോഴും കേട്ടിട്ട് മടുത്തിരിക്കും. എന്തോ പ്രഹ്ലാദ സ്തുതിയും ധ്രുവചരിതം ഭാഗവത്തിലെ സപ്താഹത്തിന് അതൊക്കെ കേട്ട് മടുത്ത് എന്നും അവർക്ക് ഇതൊക്കെ തന്നെ പറയാം. ആണ്ടുതോറും വരുമ്പം ഇതൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും കുറേ അറിയാൻ മനസ്സിലാക്കാനുള്ള ഇതുണ്ട്. അതുകൊണ്ട് എന്നും ഇതൊക്കെ തന്നെ കേൾക്കുന്നെന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഇതും ഒക്കെ രാമായണം ഒക്കെ ഒരുപാട് പേര് വായിച്ചും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിഭ്രമം കളഞ്ഞാലും വികല്പമുണ്ടാകേണ്ട. ജന്മസംസാര വൃക്ഷമൂലമായത് ദേഹം. ഇവിടെ ജന്മം, നമ്മൾ ജനിച്ച്, സംസാര വൃക്ഷമാണ് ഈ സംസാരം, ഈ ലോകം, ഈ പ്രപഞ്ചം, അതിനെ സംസാരം എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ സംസാരത്തിൽ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ജനിച്ചു. അങ്ങനെയുള്ള വൃക്ഷത്തിൻ്റെ മൂലമായതാണ് ദേഹം. നമുക്കും ഈ ദേഹവും നമ്മളൊരു വൃക്ഷമാണ്.
ഭൂമിയിൽ മറ്റു വല്ലതും വൃക്ഷങ്ങളെന്ന് പറയും. നമ്മളും അതുപോലെ ദേഹമെന്നും ഇത് ക്ഷേത്രമെന്നും വൃക്ഷമെന്നൊക്കെ നമ്മൾ ഈ ദേഹത്തിനെ പറയും. അതുകൊണ്ട് ജന്മസംസാരം, ജനനവും സംസാരമാകുന്ന വൃക്ഷത്തിൻ്റെ വേര്, അതാണ് ജന്മസംസാര വൃക്ഷമൂലമായത് ദേഹം. തന്മൂലം അത് കാരണം എന്താ ഉണ്ടാകുന്നത്? ഈ പ്രപഞ്ചത്തിൽ സംസാരമാണ്. അതുകൊണ്ടാണ് ഇവിടെ പുത്ര കളത്രാദി സംബന്ധമെല്ലാം. നമുക്ക് ഇവിടെ ജനിക്കുന്നത്, ഈ പ്രപഞ്ചത്തിൽ സംസാരമാകുന്ന പ്രപഞ്ചത്തിൽ ജനിക്കുന്നതാണ് നമുക്കിവിടെ ബന്ധങ്ങളുള്ളത്. പുത്രന്മാരെന്നും ഭാര്യയെന്നും സഹോദരങ്ങളെന്നും ഇങ്ങനെയുള്ള ബന്ധം പെട്ട് കിടക്കുന്നതെല്ലാം എന്താ? ജന്മസംസാര വൃക്ഷമൂലമായത് ദേഹം തന്മൂലം. ഇങ്ങനെയുള്ള ഈ ദേഹം, ഈ ജന്മം എടുക്കുന്നത് ഈ സംസാര സാഗരത്തിൽ ഇങ്ങനെ വന്ന് ജനിച്ചത് കൊണ്ടാണ് നമുക്കിവിടെ. അതുകൊണ്ടാണ് പുത്ര കളത്രാദി സംബന്ധമെല്ലാം ദേഹത്തിന് മാത്രമേ ഉള്ളൂ. ഈ ദേഹം ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് നമുക്ക് ബന്ധങ്ങളുള്ളത്. അതുകൊണ്ട് ഇവിടെ അങ്ങനെ നടക്കത്തുള്ളൂ. ഇത് ആ കർമ്മവാസന കൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ ജന്മങ്ങൾ എടുക്കുന്നതും മരിക്കുന്നതും വീണ്ടും ജനിക്കുന്നതും. കാരണം ജന്മ സംസാര വൃക്ഷമാണ്. ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ജനിക്കുന്ന സംസാരത്തിൽ ഉണ്ടാകുന്നതാണ് നമ്മുടെ സംസാരം എന്ന് പറഞ്ഞാൽ വാസനകൾ, കർമ്മങ്ങൾ ചെയ്യുന്ന വാസനകൾ, അതാണ് സംസാരം. അത് ഈ പ്രകൃതിക്കേ ഉള്ളൂ, ഈ മഹാമായ പ്രപഞ്ചത്തിനേ ഉള്ളൂ. അങ്ങനെ എടുക്കുന്ന ദേഹമായ ദേഹം മൂലമാണ് പുത്രങ്ങളും ഭാര്യ കളത്രാദി സംബന്ധമെല്ലാം. ദേഹമായത് പഞ്ചഭൂത സഞ്ചയമയം. അപ്പോൾ നമ്മുടെ ദേഹം ഇവിടെ പ്രകൃതിയിൽ എന്താ ഉള്ളേ? പഞ്ചഭൂതങ്ങളാണ്. ഭൂമി, പൃഥ്വി, വെള്ളം, ഭൂമി, വെള്ളം, പിന്നെ അതായത് മണ്ണും വെള്ളവും വായുവും, പൃഥ്വി, തേയു, അഗ്നി, ആകാശം. അത് വായു, പൃഥ്വി, തേയു, വായു, ആകാശം. അപ്പോൾ ആകാശം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഭൂമി ചവിട്ടി മേലോട്ട് വളരാൻ പറ്റൂ. ആകാശം ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് ഒരു ജീവജാലങ്ങൾക്ക് ഒന്നിനും വളർന്നു നിൽക്കാം. അപ്പോൾ നമുക്ക് ആകാശം വേണം. കാരണം ഭൂമി തൊട്ട് മേലോട്ടെല്ലാം ആകാശമാണ്. നമ്മളിപ്പം നമ്മുടെ തലയെല്ലാം ആകാശത്തായിരിക്കുന്നത്. ആകാശം എന്ന് പറഞ്ഞാൽ ഭൂമി തൊട്ട് നിൽക്കുന്നതെല്ലാം മേലോട്ട് ആകാശമാണ്. ഭൂമി നമ്മുടെ പാദം മാത്രമേ ചവിട്ടുള്ളൂ. ബാക്കി ദേഹം നിൽക്കുന്നതെല്ലാം ആകാശത്തിലേക്ക്. അത് ഉയരെ എത്രത്തോളം നമുക്ക് വളരെ അത്രത്തോളം ഉയർന്ന് നിൽക്കുന്ന മൊത്തം ആകാശമാണ്. അപ്പോൾ ആകാശം നമുക്ക് വേണം. ഒരു വൃക്ഷം എത്രയോ പൊക്കത്തിൽ വളരുന്നത്. അപ്പോൾ എത്രമാത്രം വിമാനമൊക്കെ പറക്കുന്നില്ല ആകാശത്തോടല്ലേ. അപ്പം ഈ ഭൂമി മാത്രം തൊട്ട് നിൽക്കുന്ന മണ്ണ്, ആ പാദത്തിൻ്റെ വെള്ളം മാത്രമേ ഭൂമി, ബാക്കി മേലോട്ട് വളർന്നു നിൽക്കുന്നതെല്ലാം ആകാശത്തിലേക്കാണ്. അതുകൊണ്ട് ആകാശം വേണം. പിന്നെ നമുക്ക് വളരാൻ മണ്ണ് വേണം. എങ്ങനെയാണ്? നമ്മൾ മണ്ണ് തിന്നുകയല്ല, മണ്ണിൽ പിടിക്കുന്ന ആഹാരങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. അതാണ് മണ്ണെന്ന് പറയുന്നത്. എല്ലാ ജീവജാലങ്ങളും ഇവിടെ പഞ്ചഭൂത നിർമ്മിതമാണ്. ഇന്നായിരുന്നില്ല, എല്ലാം അതിൽ ഉണ്ടാകുന്ന അവർ കഴിക്കുന്ന ആഹാരം. അതുകൊണ്ട് ഇവിടെ പ്രപഞ്ചമാണ് നമ്മുടെ ആഹാരങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ പഞ്ചഭൂത നിർമ്മിതം എന്ന് പറയുന്നത്. നമ്മുടെ ദേഹം മരിക്കുമ്പോൾ അതിൽ തന്നെ ലയിക്കുകയും ചെയ്യും, ഭൂമിയിൽ തന്നെ അത് ചേരുകയും ചെയ്യും. അതുകൊണ്ട് ദേഹമായത് പഞ്ചഭൂത സഞ്ചയമയം ദേഹസംബന്ധം മായാ വൈഭവം വിചാരിതേ. ഇത് വിചാരിച്ചാൽ ഈ ദേഹസംബന്ധം മായാ വൈഭവമാണ്. നമ്മൾ ഓർത്ത് നോക്കുക. അപ്പോൾ ഓർക്കുക, നമുക്ക് അറിയാം ഇത് ഈ മായാ വൈഭവമാണ് നമുക്കുള്ള ഈ ദേഹത്തിലെ ബന്ധങ്ങൾ. മക്കളും ഭാര്യ, വീട്, കൂട്, ഇതൊക്കെ എൻ്റേതെന്നുള്ള ആ ഒരു ബന്ധം ഇവിടെ ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ. അതെന്താ? ദേഹം എടുക്കുന്നത് കൊണ്ടാണ്. പിന്നെ ഇന്ദ്രിയ ദശകവും എന്തൊക്കെയാണ് ദേഹത്തിലുള്ളത്? നമ്മുടെ ദേഹത്തിൽ എന്തൊക്കെയോ ഉണ്ട് കുറേ കാര്യങ്ങൾ. ഇന്ദ്രിയ ദശകം 10, ഇന്ദ്രിയങ്ങൾ 10, കർമ്മേന്ദ്രിയം, ജ്ഞാനേന്ദ്രിയം, ഇങ്ങനെ 10 ദശകം എന്ന് വെച്ചാൽ 10 കാര്യങ്ങളും. അഹങ്കാരം 11, ബുദ്ധി 12, മനസ്സും ചിത്തം ഇങ്ങനെ 13 14 മൂലപ്രകൃതി ഇതെല്ലാം പ്രകൃതി മഹാമായ നമുക്ക് തന്നേക്കുന്നത്. ഈ ദേഹത്തിൽ ഇതൊക്കെയാണ് ഉള്ളത്. ഇതെല്ലാം നമ്മുടെ ദേഹത്തിലുണ്ട്, ഒന്നൊഴിച്ച്. എന്താണ് ഈ ഒന്ന്? അപ്പോൾ ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തം മൂലപ്രകൃതി എന്നിതെല്ലാം ഈ പ്രകൃതി മഹാമായ തന്നേക്കുന്ന ഈ വിചാരിച്ചാൽ ഇതെല്ലാം അമ്മയുടെയാണ്, മഹാമായയുടെയാണ്. ഇതെല്ലാം ഓർത്ത് കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ. ഇതെല്ലാം നമ്മുടെ ദേഹത്തിലുണ്ട്. ഇന്ദ്രിയങ്ങൾ അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഇന്ദ്രിയങ്ങളോട് ചെയ്യുന്നത്. അപ്പോൾ ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയങ്ങളെ 10 നമ്മുടെ ദേഹത്തിലുള്ളതാണ്. പിന്നെ അഹങ്കാരം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ചിലർക്കെങ്ങാണേ ഉള്ള അഹങ്കാരം ഇല്ലാതെങ്കിലും നമ്മുടെ ഉള്ളത്തിൽ അപ്പോഴും മുന്നോട്ട് ഗമിച്ച് കയറുന്ന അഹങ്കാരമാണ്. ആർക്കും ഉണ്ട് കുറച്ച് അഹങ്കാരങ്ങൾ. അപ്പോൾ അതും ബുദ്ധി മനസ്സും ഇതെല്ലാം ചേരുന്നതാണ് നമ്മുടെ ദേഹം. ഓർത്ത് കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ. എന്നാലോ ക്ഷേത്രമായത് ദേഹം എന്നും ഉണ്ടല്ലോ നാമം. ഈ ദേഹത്തിൻ്റെ പേര് ക്ഷേത്രം എന്നുമുണ്ട്.
ഇത് ഗാത്രം ശരീരം എന്നുണ്ട്, ദേഹം ശരീരമാണ് ക്ഷേത്രം. അതായത് ആത്മാവിന് ഇരിക്കാനുള്ള. അപ്പം ഇപ്പം പരമാത്മാവിന് ഈശ്വരൻ വസിക്കുന്ന ക്ഷേത്രം, നമുക്ക് അമ്പലങ്ങളും ക്ഷേത്രമാണ്. നമ്മളും ഒരു ക്ഷേത്രമാണ്. നമ്മുടെ ഉള്ളിൽ ആരാ വസിക്കുന്ന? പരാശക്തിയുണ്ട്, പരമപിതാവുണ്ട്, പരനും പരയും ഉണ്ട്. രണ്ടും രണ്ട് സ്ഥാനത്തായി ഇരിക്കുന്നതേ ഉള്ളൂ. പവറായിരിക്കുന്ന, അത് ശക്തി സ്വരൂപിണിയായിരിക്കുന്ന, മൂലാധാരത്തിലിരിക്കുന്ന ആ ശക്തി സ്വരൂപിണിയാണ് അമ്മ. മഹാമായയുടെ ഒരവസ്ഥ വിദ്യാരൂപിണി. അത് തെളിഞ്ഞ് പ്രകാശിച്ച് വരണമെങ്കിൽ അറിവ് നേടുമ്പോഴേ അത് വരത്തുള്ളൂ. ആ അറിവിനെ നമ്മൾ ഉയർത്തുക എന്ന് പറയുന്നത് എന്താണ്? ഈ ആ ശക്തി സ്വരൂപിണിയെ ഉയർത്തി ഉണർത്തുക. നമ്മൾ അതിനെ ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ അത് സഹസ്രാര പത്മത്തിലേക്ക് പിതാവിരിക്കുന്ന ആ ചൈതന്യമൂർത്തി അരൂപിയായിരിക്കുന്ന ആ ഈശ്വരൻ പരമാത്മാവ് വസിക്കുന്ന സ്ഥലത്തേക്ക് എത്തപ്പെടണമെങ്കിൽ നമ്മളതിനെ ഉണർത്തണം. പ്രാർത്ഥന മൂലവും സൽപ്രവൃത്തിയും അത്രമാത്രം ആത്മീയമായ നിർവൃതി വരുമ്പോഴാണ് ഇത് ഉണർന്ന് ലയിക്കുന്നത്. ആ ലയമാണ് ഇവിടെ ഇതിൽ പറയും ഇതൊക്കെ. ആ ലയമാണ് മുക്തിക്ക്, കൈവല്യപ്രാപ്തി. അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സമാധി എന്നും പറയാതിന്. അതിന് ദേഹം മരിക്കണമെന്നൊന്നുമില്ല. നമുക്ക് എപ്പോഴും നിരന്തരമായി നമുക്ക് സമാധിയിലിരിക്കാം. ധ്യാനത്തിൽ ലയിക്കുമ്പോഴാണ് സമാധി എന്ന് പറയുന്നത്. അത് പിന്നെ ശരീരം എങ്ങനെയോ നശിച്ചോട്ടെ, അത് ചിലപ്പം ജീർണിച്ചും എന്തെങ്കിലും അസുഖം വന്നും ഒക്കെ നമ്മുടെ ദേഹത്തിന് നാശം ഉണ്ടാകും. വണ്ടിക്ക് എപ്പോഴും കേട് വരാം. നമ്മൾ പരമാത്മാവും അതായത് ഇത് വസിക്കുന്ന ഈ ഈശ്വരൻ വസിക്കുന്ന ഒരു ദേഹമാണ്. അത് എപ്പോഴും എങ്ങനെ നമ്മുടെ മുൻജന്മ വാസന പോലെ ശരീരത്തിന് ചിലപ്പം കേടുപറ്റും, അസുഖങ്ങൾ വരും. അതുകൊണ്ട് അവിടെ മുക്തനല്ല എന്ന് പറയരുത്. അതാണ് ഇന്ന് ജനങ്ങൾക്കെല്ലാം പറ്റിയ അബദ്ധം. നമ്മുടെ ദേഹത്തെ നമ്മൾ എന്തിനു ചിന്തിക്കണം? ചിലപ്പോൾ ഇതിനെ വല്ലതും വെട്ടിയായിരിക്കും കൊല്ലുന്നത് ഈ ദേഹത്തെ. അതിന് മുന്നേ നമ്മൾ എന്തായി തീർന്നു, നമ്മൾ ലയിക്കുന്നു. ഈശ്വരങ്ങൾ ലയിച്ചൊരു വ്യക്തിയെ ആ ശരീരം എങ്ങനെ രോഗം വന്നോ പുഴുത്തോ നാറിയോ എവിടെ കിടന്ന് മരിച്ചോട്ടെ, ശരീരം എവിടെ കിടന്ന് പൊക്കോട്ടെ, നമ്മൾ ഒരു പരമാത്മാവിൽ ലയിച്ചിരിക്കുന്ന ഒരു സമാധിസ്ഥനായിരിക്കുന്ന ഒരു കൈവല്യം പ്രാപിച്ചൊരു വ്യക്തി ഒരിക്കലും ദേഹത്തെ അഭിമാനം പാടില്ല, മാനമേ ഇല്ല. ദേഹം എങ്ങനെ നോക്കുകയേ ഇല്ല. ദേഹത്തിൽ ഒരു നന്നായി ഒരു വസ്ത്രം പോലും ധരിക്കാതെ എങ്ങനെ വേണമെങ്കിലും കഴിയും. കാരണം ദേഹത്തെ ചിന്തിക്കാത്ത ഒരു മുമുഷുവിന് എങ്ങനെ മരിക്കുന്നാലും അർത്ഥമേ ഇല്ല. ചിലർ പറയും, ഓ ഇത്രയും വലിയ സന്യാസി ആയതുകൊണ്ടാണോ ഇങ്ങനെ പുഴുത്തു നാറി മരിച്ചെന്ന് ചിലർ ചോദിക്കും. പക്ഷെ ശരീരത്തെ അവർ എന്നേ ത്യജിച്ചു കളഞ്ഞു, നോട്ടമേ ഇല്ല. മറ്റുള്ളവർക്ക് വേണ്ടി ദേഹം നോക്കേയില്ല. അവർ എപ്പോഴും നല്ല എന്താ പറയുക, ഈശ്വരങ്ങളിൽ ലയിച്ച് മാത്രം നടക്കുന്നില്ല. ശരീരം എവിടെയോ കിടക്കട്ടെ, ഏത് ചപ്പിലും കുപ്പിലൊക്കെ അവർ കിടക്കും. ഏത് അവർ കൈ കിട്ടുന്നതൊക്കെ എടുത്ത് ദേഹത്തിന് വിശപ്പ് വരുമ്പോൾ എന്തെങ്കിലും കൈ കിട്ടുന്ന കഴിക്കുകയും ചെയ്യും. അത് ഇന്നതുള്ള വൃത്തിയുണ്ടോ ഒന്നും നോട്ടമേ ഇല്ല. കാരണം അവർ ശരീരത്തെ ത്യജിച്ചിട്ട് കുറേ കാലങ്ങളായി കാണും. അത്രമാത്രം കൈവല്യം പ്രാപിച്ചവരാ അവർ. അവർക്ക് ഇന്ന് അറിവില്ലായ്മ കൊണ്ടാണ് ഇതൊക്കെ, അറിയാത്തത് കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പറയുന്നത്. അജ്ഞാനികൾ പറയും, ഓ വലിയ ഭക്തനായിരുന്നു, അല്ലെങ്കിൽ ഒരു ഭക്തയായിരുന്നു, കണ്ടില്ലേ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ അവരുടെ മരണം എത്രമാത്രം കഷ്ടം അനുഭവിച്ചു. പക്ഷേ ആ ദേഹത്തിൽ ഇരിക്കുന്ന അവർ ആത്മാവിൽ നിറഞ്ഞ് ലയിച്ചവർ അതൊന്നും അറിയത്തുപോലും ഇല്ലെന്നുള്ളതാണ്. ഈ ദേഹത്തിൻ്റെ വേദനയൊന്നും ഒരു കൈവല്യം പ്രാപിച്ച വ്യക്തി അറിയത്തില്ല. അതിൻ്റെ ഒരു കൊച്ചു ഉദാഹരണം വെച്ചാൽ, നമുക്ക് എത്ര വയ്യാതിരിക്കട്ടെ, ഈ പരമാത്മ ചൈതന്യത്തെ പറ്റി നമ്മൾ വർണ്ണിക്കുമ്പോൾ നമ്മുടെ വേദന നമ്മൾ അറിയുന്നുണ്ടോ? അത് തന്നെ ചുരുക്കം. എത്രയോ എനിക്കിപ്പോൾ പനിയോ തൊണ്ടതുമ്മലോ ഒക്കെ ഉണ്ട്, പക്ഷേ നമ്മളത് അറിയുന്നില്ല. അതൊക്കെ നമ്മൾ ദേഹത്തിനെ വിട്ടുകൊടുത്തേക്കുക. അത് ദേഹത്തിന് എന്തോ ചെയ്യും. നമ്മുടെ ഉള്ളം എപ്പോഴും എന്താ പ്രസരിപ്പാ, ഉണർന്നിരിക്കുക. ആ ഉണരിൽ എന്താ നമ്മൾ ആത്മീയമായ നിർവൃതി അടഞ്ഞിരിക്കുക. അപ്പോൾ അവിടെ എന്താ അനുഭവിക്കുന്ന ആനന്ദമാണ്. അവിടെ ദുഃഖം നമ്മുടെ ഉള്ളിൽ വരുന്നില്ല. അതുകൊണ്ടല്ലേ മക്കളെ പറയുന്നത്, നിങ്ങൾ വിദ്യ നേടൂ, അറിവ് നേടൂ, നമുക്ക് സമാധാനവും ശാന്തിയും ഉണ്ടാകും. ഒരിക്കലും നമുക്ക് ദുഃഖം എന്താണെന്നറിയാം. എല്ലാത്തിനും സമഭാവനയാണ്. ദുഃഖം എന്താണെന്നോ സുഖം എന്താണെന്നുള്ള ചിന്തയില്ല. സുഖം വന്നാലും നമ്മൾ അറിയില്ല, അതിൽ നമ്മൾ സുഖിക്കത്തില്ല. അതാ സുഖം വന്നാൽ സുഖം അറിയില്ല, ദുഃഖം വന്നാൽ ദുഃഖം അറിയത്തില്ല. കാരണം ദുഃഖം മാത്രമല്ല അറിയാതെ, സുഖത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കാറില്ല. എനിക്കിപ്പോൾ നല്ല കാലമാണ്, എന്തൊക്കെയുണ്ട്, ഇതൊന്നും നമ്മുടെ ദേഹത്തിനെ പറ്റി ചിന്തിച്ചെങ്കിലല്ലേ അത് സുഖമാണെന്നും ദുഃഖമാണെന്നും അറിയത്തുള്ളൂ. അതുതന്നെയാണ് കൈവല്യം പ്രാപിച്ച് ജീവൻ മുക്തനായിരിക്കുന്ന ഒരു വ്യക്തി, ഒരു മുമുക്ഷു, ഒരു സന്യാസിക്ക് അവിടെ ശരീരം എന്താണെന്നോ ഒരു വേദന കാണികൾ ചിലപ്പം വിചാരിക്കുക, അയ്യോ കഷ്ടം കഷ്ടമെന്ന്. പക്ഷേ ആ ശരീരത്തിനകത്ത് മാത്രമേ ഉള്ളൂ. അത് അവർ അതിൽ നിന്നെല്ലാം മോചിച്ച് കഴിഞ്ഞു. ഇതിൽ നിന്നെല്ലാം വിട്ടു നിന്നു, അതെല്ലാം ത്യജിച്ച് കളഞ്ഞു. പിന്നെ അവരെന്തിനറിയണം അതൊക്കെ? അവർക്ക് എപ്പോഴും കൈവല്യപ്രാപ്തി, ആനന്ദപ്രാപ്തിയാണ്. ലയിക്കുക, പരമാത്മാ ലയിക്കുന്ന ആനന്ദപ്രാപ്തിയിലാണ് അവർ കഴിയുന്നത്. അവരെങ്ങനെ ഈ ദുഃഖം അറിയും? അതുകൊണ്ട് അറിവില്ലാത്തവരുടെ എന്നൊക്കെ എനിക്ക് അറിവുണ്ടോ, ഞാൻ എൻ്റെ അനുഭവം കൊണ്ട്. കാരണം ഇതിൽ തന്നെ നമുക്ക് ഇപ്പം തന്നെ ഞാൻ ഈ അനുഭവിക്കുന്ന ആനന്ദം, എന്ത് വേദനയോ, കാലുകഴപ്പോ കൈവേദനയോ അല്ലെങ്കിൽ മറ്റുള്ള ഒന്നും എനിക്ക് ഒരു ബന്ധവും അതിലേക്ക് യാതൊരു ഇതുമില്ല. എന്താ കാരണം? നമ്മൾ അത് ചിന്തിക്കുന്നില്ല, അതിലേക്ക് മനസ്സ് പോകുന്നില്ല. മനസ്സാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത്. മനസ്സ് എവിടെ പോകുന്നു? പരമാത്മാവിൽ ലയിച്ചിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ നമ്മൾ ആനന്ദം അനുഭവിക്കുന്നത്.
അതുകൊണ്ട് എപ്പോഴും അങ്ങനെയുള്ളൊരു മുമുക്ഷു എല്ലാത്തിനും ത്യജിച്ച് ശരീരത്തെ പോലും ത്യജിച്ച് കളഞ്ഞൊരു ഇന്ദ്രിയങ്ങളെല്ലാം വധിച്ചു, മനസ്സിനെയും വധിച്ചു, ദേഹത്തിനെയും വധിച്ചു. അങ്ങനെ ഇരിക്കുന്ന ഒരു സന്യാസിക്ക് എന്ത് വേദന, എന്ത് സുഖം! ഒരു സുഖവും പ്രപഞ്ചത്തിൽ നിന്ന് ഒരു സുഖവും തോന്നിക്കുന്നില്ല. ഈ പ്രപഞ്ചത്തിലെ യാതൊന്നും കണ്ട് ആനന്ദിക്കണമെന്നോ തിന്ന് ആനന്ദിക്കണമെന്നോ അത് രുചിച്ചറിയണമെന്നോ ഒരു ചിന്തയും ഇല്ല. കൈ കിട്ടുന്ന എന്താണ് വിശപ്പിന്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അല്ലാതെ ഒരു പ്രത്യേകതയും ഉള്ള ഒരു ഈശ്വരനായിരുന്ന ഒരു വ്യക്തിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഇത് യഥാർത്ഥത്തെ ഇത് അറിയാത്തവർ പറയും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇത് നമ്മുടെ ദേഹത്ത് എന്തൊക്കെയാണ് ഉള്ളത്? ഇന്ദ്രിയ ദശകവും 10, അഹങ്കാരം, ബുദ്ധി, മനസ്സ്, ചിത്തം, മൂലപ്രകൃതി ഇതെല്ലാം പരമാത്മാവിൻ്റെ മഹാമായിരിക്കുന്ന പ്രകൃതിയിൽ നിന്നുണ്ടായത്. അത് ശരീരം, ദേഹത്തിന് വൃക്ഷമെന്നും പറയാം. അതായത് ഓർത്ത് കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ, ഇതെല്ലാം അവിടെ ചേർന്നിരിക്കുക ദേഹത്തിൽ. അതുകൊണ്ട് ക്ഷേത്രമായത് ദേഹം എന്നും ഉണ്ടല്ലോ നാമം, ഇതിൻ്റെ പേര് ക്ഷേത്രം എന്നും പറയുന്നു ഈ ദേഹത്തിനെ. ഈ ചേർന്നൊട്ടി എല്ലാം കൂടെ ചേർന്ന് ഈ അഹങ്കാരവും 10 ഇന്ദ്രിയങ്ങളും പിന്നെ മനസ്സും ബുദ്ധിയും എല്ലാം കൂടെ ചേർന്നിരിക്കുന്ന ദേഹം, അതിനെ ക്ഷേത്രമെന്നും ദേഹമെന്നും വൃക്ഷമെന്നൊക്കെ പറയും. നാമം, പേര് ഈ ദേഹത്തിന്. എന്നിവറ്റിങ്കിൽ നിന്ന് വേറൊന്ന് ജീവനതും, ഇതിൽ നിന്നെല്ലാം വേറായ ഒന്നുണ്ട്, ജീവൻ. ആ ശക്തി സ്വരൂപിണിയായിരിക്കുക, വിദ്യാരൂപിണിയായിരിക്കുന്ന മഹാശക്തി പരാശക്തി, അതാണ് ജീവാത്മാവ്. എന്നിവറ്റിങ്കിൽ നിന്ന് വേറൊന്ന് ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ. ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വേറായിട്ടാണ്, ഇതിൽ നിന്ന് ഒട്ടി നിൽക്കുന്നില്ല, അതിന് ഇതിലോട്ട് ചേർച്ച സംഘമില്ല ഈ ജീവാത്മാവിന്. അപ്പം നമ്മുടെ ദേഹമാകുന്ന കുറേ സാധനങ്ങൾ 10-14 കൂട്ടം കാര്യങ്ങളാണ് ഒട്ടി ചേർന്നിരിക്കുന്നതാണ് ദേഹം. ഈ ദേഹത്തിൽ നിന്നും വേറിട്ട് അതിൽ നിന്ന് ഒട്ടാതെ സംഘമില്ലാതെ ഒന്നിലോടും ചേരാതിരിക്കുന്ന ഒരു വസ്തുവാണ് ജീവാത്മാവ്. അതുകൊണ്ട് ജീവാത്മ സ്വരൂപത്തെ അറിഞ്ഞു കൊള്ളുവാനുള്ള സാധനങ്ങളെ, അതിൻ്റെ കാര്യങ്ങളാണ് ഇനി കേട്ടുകൊള്ളുക, പറഞ്ഞു തരാം. പരമാത്മാവായ ശ്രീരാമൻ ഉപദേശം ലക്ഷ്മണന് കൊടുക്കുക. അത് സൗമിത്രേ, ലക്ഷ്മണ നീ കേൾക്കൂ. ജീവാത്മാവെന്നും പരമാത്മാവെന്നത് ഓർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും. അത് ജീവാത്മാവും പരമാത്മാവും കേവലം ഓർത്താൽ രണ്ടല്ല, അത് ഒന്ന് തന്നെയാണ്. ഒന്നിൻ്റെ അതായത് എന്താ പറയുക, വെള്ളത്തിന് ജലമൊന്നും അമ്പു വാരി ഇങ്ങനെയൊക്കെ ജലത്തിന് പറയുന്നത് പോലെ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ജീവാത്മാവെന്നും പരമാത്മാവെന്നതും ഓർത്താൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ. ഒരു ഗ്ലാസ്സിൽ വെള്ളമുണ്ട്, ഒരു കിണറ്റിലും വെള്ളമുണ്ട്, രണ്ടും വെള്ളം തന്നെയല്ലേ. പക്ഷെ ഒരു ഗ്ലാസ്സിൽ അല്പം വെള്ളം നമ്മൾ പറയുമ്പോൾ കിണർന്നങ്ങ് പറയും, ചിലപ്പോൾ സമുദ്രം, എന്നാലും അതെല്ലാം കിണറ്റിലും വെള്ളം തന്നെയാണല്ലോ. അത് ഒരുപാട് വെള്ളമുണ്ട്, സമുദ്രത്തിൽ ഒരുപാട് വെള്ളമുണ്ട്, ഗ്ലാസ്സിൽ അല്പം വെള്ളമില്ല. നമ്മളൊരു ഗ്ലാസ്സാണ്, നമുക്ക് അല്പം ആത്മാവേ ഉള്ളൂ, ജീവാത്മാവ്. അതേസമയം ലോകം മൊത്തം നിറഞ്ഞിരിക്കുന്ന അത് സമുദ്രം എങ്ങനെയാണ്, അതുപോലെയാണ് ആത്മാവ്. അപ്പോൾ ആ പരമാത്മാവ് അതിൻ്റെ അംശമാണ് നമ്മളിലേക്ക്. അതുകൊണ്ട് അത് നമ്മുടെ ഉള്ളിൽ അല്പം ഉള്ളതുകൊണ്ട് നമ്മൾ ജീവൻ്റെ ജീവാത്മാവെന്ന് പറയുന്നത്. രണ്ടും ഗ്ലാസ്സിലെ വെള്ളം കുടത്തിലെ വെള്ളം തന്നെയാണ്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ജീവാത്മാവെന്നും പരമാത്മാവെന്നത് ഓർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും. ലക്ഷ്മണ നീ മനസ്സിലാക്കൂ, ഇതൊക്കെ നമ്മൾ പഠിക്കണം. തീരെ അറിയാമത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഒരുപാട് പേർക്ക് അറിയാം, അവർക്ക് വരിക ഇതൊക്കെയാണോ ഇയാൾ പറയുന്നത്, ഞങ്ങൾക്കൊക്കെ ഇതൊക്കെ അറിയാവുന്ന ചിലർ വീം പിളക്കുന്നവരുണ്ട്, ഒന്നും അറിഞ്ഞുകൂടെങ്കിലും വീം പിളക്കുന്നവരുമുണ്ട്. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. എനിക്ക് അല്പമേ ഉള്ളതുകൊണ്ടാണ്. ഒട്ടും അറിയാത്തവർക്ക് ഇത് കൊള്ളാം, അല്ലാതെ തോനെ അറിയുന്നവർക്കൊക്കെ ഇതൊക്കെ വെറും നിസ്സാരം. അവർ വിചാരിക്കും ഇതൊക്കെ എന്തുവാ എപ്പോഴും കേൾക്കുന്നതല്ലേ, ഞങ്ങളൊക്കെ പഠിച്ച് പാട്ടായിരിക്കുക. പക്ഷേ ഒന്നും അറിയത്തില്ല കാര്യം സത്യമാണ്. എനിക്കും ഒന്നും അറിയത്തില്ല, ഈ പറയുന്നവർക്ക് ഒന്നും അറിയത്തില്ല. അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? പരമാത്മാവിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മുടെ ഉള്ളിൽ അല്പം ഉണ്ട്, അതേ നമുക്ക് അറിയൂ. അത് ജീവാത്മാവെന്ന്. പക്ഷേ ലോകം നിറയ്ക്കുന്ന പരമാത്മാവിനെ നമ്മൾ എങ്ങനെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും? എല്ലാവരും പറയും എനിക്കറിയാമെന്ന്. അറിയാമെന്ന് പറയുമ്പോഴേ ചിന്തിച്ചോണം ഒന്നും അറിഞ്ഞുകൂടാന്ന്. അതുകൊണ്ട് പര്യായ ശബ്ദങ്ങളാണ്. ഭേദം ഏതുമേ ഇല്ല, രണ്ടും ഒന്നത്രേ നൂനം, ഒരു ഭേദവുമില്ല. ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണ്, ഒരു ഭേദവുമില്ല. ഭേദമുണ്ടെന്ന് പറയുന്നത് അജ്ഞന്മാരല്ലോ. ഇതിനകത്ത് ഭേദമുണ്ടെന്ന് പറയും ചിലർ. ജീവാത്മാവ് പരമാത്മാവ് അല്ല, അറിയാത്തതുകൊണ്ട് പറയുന്നത്. അതെന്താ കാരണം? അജ്ഞാനം, അറിവില്ലായ്മ. അറിഞ്ഞെങ്കിൽ പറയത്തില്ലല്ലോ.
അറിവില്ലാത്തതുകൊണ്ട് അങ്ങനെ പറയാം. അതുകൊണ്ട് ഭേദം ഉണ്ടെന്ന് പറയുന്നെങ്കിൽ അത് അജ്ഞത കൊണ്ട്, അജ്ഞന്മാരാണ് അങ്ങനെ പറയുന്നത്. മാനവും ഡംഭം ഹിംസ വക്തൃത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞ് സന്തുഷ്ടനായി സദാകാലം അന്യ ആക്ഷേപാദികളും സഹിച്ച് സമബുദ്ധിയ മന്യുഭാവവും അകലെ കളഞ്ഞ അനുദിനം ഭക്തി കൈക്കൊണ്ട് ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ട് നിത്യവും സൽക്കർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ച് ആനന്ദ സ്വരൂപനായി മാനസവശന ദേഹങ്ങളെ അടക്കി തൻ മനസ്സേ വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ ജനനജരാമരണങ്ങളെ ചിന്തിച്ച് ഉള്ളിൽ അനഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകും എങ്കൽ ഉറച്ച മനസ്സോടും സർവദാ രാമേത്തി ഇതി ജപത്തോടും. വായിച്ചുകൊണ്ടങ്ങ് പോയാൽ നീണ്ടുകൊണ്ടങ്ങ് പോകും. അപ്പം നമുക്ക് പറഞ്ഞ് കാരണം സമയവും പോയി, ഇത് നിർത്തപ്പോഴങ്ങും ഇല്ല. അതുകൊണ്ട് എന്താ മാനവും ഡംഭം ഹിംസ, അതായത് ഈ ഒരു യഥാർത്ഥ ഒരു ജ്ഞാനിക്ക് മാനങ്ങളില്ല, മാനാപമാനമില്ല. മാനം തോന്നിക്കുന്നത് അജ്ഞാനികൾക്കാണ്. എന്നെ അത് പറഞ്ഞു, അവിടെ എന്തോ കുറച്ചിൽ സംഭവിച്ചു, ഇങ്ങനെ പലതിനും. അതൊക്കെ എന്താ അജ്ഞാനം കൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണ്. അറിവ് വന്നൊരു വ്യക്തിക്ക് മാനങ്ങളൊക്കെ പോകും. ഒരു മാനാപമാനം ഒന്നും തന്നെ ഇല്ല. കാരണം പരമാത്മാവിന് ഒരു മാനം, അതാണ് മാനവും ഡംഭം ഹിംസ വക്രത്വം കാമം ക്രോധം മനസ്സേ വെടിഞ്ഞ്, ഇതെല്ലാം മനസ്സിൽ നിന്ന് വെടിഞ്ഞ് കളയണം. നമുക്ക് മാനങ്ങളൊന്നും വേണ്ട. അയ്യോ എന്ത് വിചാരിക്കും മറ്റൊരു, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ചൊല്ലിയാൽ അല്ലെങ്കിൽ ഇന്നത്. ഒരു നൃത്തം ചെയ്ത് ചിലർ വിചാരിക്കും അവൾ ഈ വയസ്സായിട്ട് നൃത്തം. എനിക്കങ്ങനെ നാണക്കേട് മാനക്കേട് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് എന്തോ പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു പാട്ട് പാടി അതിനകത്ത് ഇട്ടിട്ടുണ്ട് പണ്ട്. അതെന്താ കാരണം? അജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ്. ആരെങ്കിലും വല്ല പറഞ്ഞാൽ എനിക്ക് ഒന്നും പറ്റുന്നില്ല, എനിക്കതിലേക്ക് യാതൊന്നുമില്ല. ഞാൻ എൻ്റെ ഭഗവാനെ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അപ്പം ഭഗവാൻ എന്താണ്? ഭഗവാൻ അത് തന്നെയാണ്. അതുകൊണ്ട് മാനവും ഡംഭം എന്നുവെച്ചാൽ ഡംഭ് കാണിക്കാതെ, ഹിംസ ഒന്നിനെയും കൊല്ലാതെ ഉപദ്രവിക്കാതെ, മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാതെ, കാരണം ആർക്കും ഒരു ദ്രോഹം മനസ്സും വാക്കും കർമ്മം കൊണ്ടും ചെയ്യാതെ, വക്രത്വം ഒന്നും പാടില്ല, കാമം ക്രോധം ഇതെല്ലാം മനസ്സിൽ നിന്ന് വെടിയണം. എന്നിട്ട് എന്താണ്? സന്തുഷ്ടനായി കഴിയണം സദാകാലം. ഇതാണ് ഒരു ഈശ്വരനെ അറിയുന്ന ഒരു വ്യക്തി, ഒരു സൽഗുണവാനായിരിക്കുന്ന എന്നുവെച്ചാൽ ഇത് ഇങ്ങനെ ആയാണ് പരമാത്മാവിനെ പോലെ ആകും. അഹം ബ്രഹ്മാസ്മയായി മാറാം. ഇതൊക്കെയാണ് ഭഗവാൻ കൊടുക്കുന്ന ഉപദേശം. ഈ ഉപദേശത്തെ പോലെ നമ്മൾ ആകണം. ഇതെല്ലാം മനസ്സിൽ നിന്ന് വെടിയണം. ഈ കാമക്രോധങ്ങളും ഈ അഹങ്കാരം, ഡംഭ്, അസൂയ, കുശുമ്പ്, വക്രത്വം, ഉപദ്രവം ഇതെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞ് വെടിഞ്ഞ് സന്തുഷ്ടനായി സന്തോഷത്തോടെ സദാകാലം എപ്പോഴും. എന്നിട്ട് ഇതിനെന്താ വേണ്ട? അന്യ ആക്ഷേപാദികളും സഹിക്കണം. അന്യന്മാർ എന്തെങ്കിലും ആക്ഷേപിച്ചാൽ ആക്ഷേപാദികളും സഹിച്ച് സമബുദ്ധിയോട് ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ഉള്ളത്തിൽ സമത്വമായിരിക്കണം. പറയുന്നവർക്ക് ദേഷ്യവും വേണ്ട, കേട്ടതും കേൾക്കാത്തതും ഒക്കെ എല്ലാം സമബുദ്ധിയോടെ സമഭാവനയോടെ നമ്മൾ കാണണം. അല്ലാതെ എന്നെ അത് പറഞ്ഞിട്ട് ദുഃഖിക്കേണ്ട കാര്യമില്ല, കരയേണ്ട കാര്യമില്ല, ഒന്നും വേണ്ട. അന്യരെന്ത് പറഞ്ഞാലും നമുക്ക് ഒന്നും പറ്റുന്നില്ല. നമ്മൾ ആരാ വസിക്കുന്നത്? പരമാത്മാവല്ലേ. അങ്ങനെ ആയിത്തീർന്നൊരു വ്യക്തിക്ക് ഒരിക്കലും ഒന്നുകൊണ്ടും സമബുദ്ധി മതി. അങ്ങനെ ആകണം. അന്യാക്ഷേപാദികൾ സഹിച്ച് സമബുദ്ധിയ മന്യുഭാവവും അകലക്കളഞ്ഞ അനുദിനം. മന്യുഭാവം എന്നുവെച്ചാൽ ഞാനെന്ന ഭാവം, ഞാനെന്ന മന്യു എന്ന് വെച്ചാൽ ഞാനെന്ന ഭാവം, അഹങ്കാരഭാവം. ഞാൻ അങ്ങനെയാണെന്നുള്ള വലിപ്പം പറയാതെ, നമ്മളെങ്കിലും പറയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു പറഞ്ഞെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഞാൻ എന്നിലൊരു ഞാനുണ്ട്, ഒരു അഹങ്കാരം, ഞാൻ ആരാന്നറിയാമോ? ഉള്ള ഇങ്ങനെ തെളിഞ്ഞങ്ങ് ഗമിച്ചങ്ങ് വരും. അതാണ് ഞാനെന്ന ഭാവം. അപ്പോൾ മന്യഭാവവും അകലെ കളഞ്ഞാൽ അത് ദൂരെ കളഞ്ഞോണമെന്നാണ് പറയുന്നത്. ഇവിടെ അടുത്തൊന്നും പാടില്ല, അങ്ങ് ദൂരേക്ക് കളഞ്ഞിട്ട് അനുദിനം ദിവസേനെ ഭക്തി കൈക്കൊണ്ട് ഗുരുസേവയും സമയം പോകുന്നെങ്കിലും വായിക്കട്ടെ. എനിക്ക് ഭയങ്കര നല്ലൊരു സ്ഥലത്ത് വരുമ്പോൾ അങ്ങ് നിർത്തിയ വിഷമമല്ലേ. ഇത്തിരി സമയം പോലെ നിങ്ങൾ വായിച്ചോളൂ. എന്നാലും അറിയണ്ടേ, അറിയുന്നവരറിഞ്ഞാൽ മതി. സമയം ഇപ്പോൾ നെറ്റില്ലാത്തവർ ചിലപ്പോൾ ഇതൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് പോകും. കാരണം അത് അവരേലെ കുഴപ്പമില്ല, അവരങ്ങനെ അത് പറ്റുന്നുള്ളൂ, കിട്ടുന്നിടത്തോളം മതിയെന്ന് കാണണം. നമുക്ക് അതിലൊന്നും ഖേദിക്കേണ്ട കാര്യമില്ല. ഉള്ളത് 4 പേരായാലും അത് തീർത്ത് വായിച്ചാൽ ഭക്തിയുള്ള മക്കൾ ഇത് വായിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ നീട്ടി പോട്ടെ.
അതുകൊണ്ട് എന്ത് പറയാം, നമ്മുടെ ഈ അഹങ്കാരവും മൊത്തം നന്നായി പറയണമെങ്കിൽ പതുക്കെ പറയണം. ഇത് സമയം പോകൊണ്ട് വെപ്രാളം കൂട്ടുന്നു. അപ്പോൾ നമ്മുടെ അഹങ്കാരങ്ങളും മാനാപമാനങ്ങളൊക്കെ കളഞ്ഞ് ആരെ ഉപദ്രവിക്കാതെ, ഒരു കുഞ്ഞിനെ പോലും ഒരു എറുമ്പിനെ പോലും നമുക്ക് മനസ്സുകൊണ്ട് പോലും അയ്യോ അതിനങ്ങനെ ചെയ്യണം എന്ന് ചിന്തിക്കാതെ, ആരെ ദ്രോഹിക്കാതെ, കാമം എന്ന് വെച്ചാൽ ആർത്തി പണ്ടാരം പോലെ വേണ്ടാത്തതൊക്കെ നമുക്ക് വേണമെന്നങ്ങ് തോന്നുന്ന ആ കാമവും അത് കാരണം ക്രോധവും അതെല്ലാം മനസ്സിൽ നിന്ന് വെടിഞ്ഞ് സന്തുഷ്ടനായി സദാകാലം അന്യന്മാരെന്താക്ഷേപം പറഞ്ഞാൽ അതെല്ലാം സഹിച്ച് സമബുദ്ധിയോടുകൂടി മന്യുഭാവവും അകലെ കളഞ്ഞ അനുദിനം ഈ ഞാനെന്ന ഭാവം എല്ലാം ദൂരെ കളഞ്ഞ് അനുദിനം ദിവസേന എന്നാ പറഞ്ഞേക്കുന്നത്. അതിന് നമ്മൾ വീട്ടിൽ പ്രാർത്ഥനയൊന്നും ഇല്ലാതെ എന്തോ അല്പം പ്രാർത്ഥിച്ചെന്ന് കരുതി എല്ലാം കിട്ടണമെന്നില്ല. അകമഴിഞ്ഞ ഭക്തിയോടുകൂടി പരമാത്മ ലയിക്കുന്ന പ്രാർത്ഥനയായിരിക്കണം. ചില മക്കൾ ഞാൻ എന്നും ഭക്തിയോട് പ്രാർത്ഥിക്കുന്നു പറയും, ചിലപ്പോൾ 5 മിനിറ്റ് ആയിരിക്കും. ലയം ഒന്നും വരത്തില്ല. ഈ ലയം വരണം, എന്നാലല്ലേ നമുക്ക് കൈവല്യം പ്രാപിക്കാൻ പറ്റൂ. അല്പനേരം ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചേ, എന്ത് കിട്ടി? ഒന്നും അറിയാൻ വയ്യ. നമ്മൾ എന്തെങ്കിലും ഒരു അനുഭൂതി നമുക്ക് ഉണ്ടാകണ്ടേ, അതാണ് പ്രാർത്ഥന. അപ്പം ഭക്തിയോടുകൂടി തന്നെ ദിവസേന ഈ കർമ്മങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ നിന്ന് എല്ലാം ദൂരെ കളഞ്ഞിട്ട് ഭക്തി കൈക്കൊള്ളണം. അതെല്ലാം ഈ പ്രവൃത്തികളെല്ലാം സൽപ്രവർത്തികളായി മാറിയെങ്കിൽ മാത്രമേ ഇത് എല്ലാം കൂടെ ചേർന്ന് വരൂ. അങ്ങനെയുള്ളൊരു ഒരു ഭക്തനെ മാത്രമേ കൈവല്യം പ്രാപിക്കാൻ പറ്റൂ. ദുഷ്കർമ്മങ്ങളെല്ലാം ചെയ്തും കൊണ്ട് എന്ത് കാണാത്തതും കേൾക്കാത്തയും ആർത്തിയും കാമങ്ങളും ദേഷ്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ഭക്തി വരത്തുമില്ല. ഭഗവാനിൽ ഭക്തി വർദ്ധിക്കണമെങ്കിൽ ഈ നല്ല പ്രവൃത്തിയായിരിക്കണം. അങ്ങനെ വരുന്നൊരു ഭക്തൻ്റെ കാര്യമാണ് ഇത് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ അത് ഭക്തി കിട്ടാനും എന്തെങ്കിലും കാര്യം സാധിക്കണം, ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടി ഏതെങ്കിലും അമ്പലത്തിലോ ആണ്ടിലൊന്ന് എവിടെയെങ്കിലും പോയാലോ ഇത് സംഭവിക്കുമോ? നമ്മുടെ ഉള്ളിൽ അത് ആക്കി എടുക്കുകയാണ് വേണ്ടേ. നല്ല സൽപ്രവർത്തികളൊക്കെ ചെയ്ത് സജ്ജന സംഗമം കൊണ്ടും. എന്താ സജ്ജന സംഗമം? ഇപ്പം നമുക്ക് ഈ യൂട്യൂബ് കൊണ്ട് ഇതൊക്കെ നമുക്ക് വായിക്കാൻ ഉണ്ട്, പണ്ടിതില്ലായിരുന്നു. എവിടെങ്കിലും ഒരു ആരാധനത്തിൽ പോയിരുന്നെങ്കിലേ സജ്ജനങ്ങളെ കാണാനോ അവരുടെ വായിലിരിക്കുന്ന നല്ല വാക്കുകൾ, ഭഗവാന്റെ വാക്കുകൾ കേൾക്കാനോ കഥകൾ കേൾക്കാനോ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് സജ്ജന സംഗമം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരാൾ പറഞ്ഞ് കേട്ടാലും മതി. എനിക്കിപ്പം കേൾക്കണമെന്നുണ്ടെങ്കിൽ മഹാത്മാക്കളൊക്കെ ഇതിനകത്തൊക്കെ പലതും പറയുമ്പോൾ എനിക്ക് കേൾക്കണമെങ്കിൽ അത് കേട്ടാൽ മതി. ഇതിപ്പോൾ കുറച്ച് മക്കൾ ഇത് കേൾക്കുന്ന കുറച്ച് എനിക്ക് ഉള്ള അറിവ് അത് കേൾക്കുമ്പോൾ കുറച്ച് നന്നാവും. അതിൻ്റെ ബാക്കി പിന്നെ ഈശ്വരൻ തരും. ഒരിക്കലും പഠിച്ച് തീരത്തില്ലല്ലോ, ഒന്നും വിദ്യ എപ്പോഴും നീണ്ടു കിടക്കുക. അതുകൊണ്ട് ഏറെക്കുറെയൊക്കെ ഇത്രയൊക്കെ ആകുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു കൈവല്യ പ്രാപ്തിക്കൊക്കെ ഇത് അങ്ങനെ ആയി തീർന്നാൽ അത് ഭക്തി മതി. അപ്പോൾ എന്ത് പറഞ്ഞു, അങ്ങനെ ഇങ്ങനെയെല്ലാം മനസ്സിൽ നിന്ന് ഞാനെന്ന ഭാവമൊക്കെ കളഞ്ഞിട്ട് പിന്നെയോ ഭക്തി കൈക്കൊണ്ട് ഗുരുസേവയും ചെയ്ത് നിത്യവും സൽക്കർമ്മങ്ങൾക്ക് ഇളക്കം വരാതെ നമ്മൾ ദിവസേന സൽക്കർമ്മങ്ങൾ ചെയ്യണം. നമ്മൾ ചെയ്യുന്നതെല്ലാം സൽക്കർമ്മമായാൽ മതി. സത്യമായ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. സൽക്കർമ്മം പറഞ്ഞാൽ ഏത് കർമ്മവും സൽക്കർമ്മമാക്കാം. പക്ഷെ അതിൽ അന്യായം വന്നുകൂടാന്നുള്ളത്, ന്യായക്കേട് കാണിക്കാത്ത പ്രവർത്തികൾ എന്തായാലും സൽക്കർമ്മം തന്നെയാണ്. അവിടെ പൂജ തന്നെ വേണമെന്നില്ല, ആവുന്നവർക്ക് അതും ചെയ്യാം. ഭഗവാനിൽ നന്നായി അർച്ചിക്കുകയും പൂജിക്കുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും അതും സൽക്കർമ്മ. നമുക്ക് നമ്മുടെ തൊഴിൽ എന്താണ് അതും നന്നായി സത്യത്തെ നിലനിർത്തി ചെയ്യുന്നതെല്ലാം സൽക്കർമ്മങ്ങളാണ്. ദുഷ്പ്രവൃത്തിയോടുകൂടി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ സൽക്കർമ്മം അല്ലാത്തത്, ദൂഷിച്ച കർമ്മങ്ങൾ. നമ്മൾ അതല്ല ഇവിടെ ഓർക്കേണ്ടത്. നമ്മൾ നിത്യേന ചെയ്യുന്ന ജോലികളായാലും അത് സൽക്കർമ്മത്തിൽ തന്നെ നിലനിൽക്കാം, നല്ല പ്രവൃത്തിയാക്കാം. അതെങ്ങനെയാ? നേരേ പോ എന്നുള്ള ചിന്തയോട് സൽപ്രവൃത്തി എന്ന് പറയുന്നത് അങ്ങനെയാണ്. അത് ഏത് കർമ്മവും നമുക്ക് അരിയും കറിയും വെക്കുന്നത് സൽക്കർമ്മം തന്നെയാണ്. അതിനകത്ത് എല്ലാം ഈശ്വരനായിട്ട് അർപ്പിച്ച് എല്ലാ ഗുണഗണങ്ങളും ഭഗവാനിൽ തന്നെ. അത് അന്യായം പ്രവർത്തിച്ചോടാം. ഇപ്പോൾ എന്താ അന്യായം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കച്ചവടക്കാരൻ കച്ചവടം ചെയ്യുന്നു, എന്തൊക്കെയാണ് വിഷങ്ങളാണ് അതിനകത്ത് അടിച്ചു ചേർക്കുന്നത്. അരിക്ക് മായം ചേർക്കുന്നു, വിഷം അടിച്ചു ചേർക്കുന്നു. എന്ത് മേടിച്ചാലും അതിലെല്ലാം സ്മെല്ലുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചേക്കും അത് എലി കയറാതിരിക്കാൻ ചിലരുടെ ബിസ്ക്കറ്റൊക്കെ പണ്ട് വാങ്ങിക്കാൻ അത് എലി ഞറക്കിയേക്കുന്ന കാണാം. എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്യും. അത് മനുഷ്യൻ തിന്നുമ്പോൾ അത് സൽപ്രവൃത്തിയാണോ? ഇന്ന് ഈ പച്ചക്കറികളെല്ലാം വാങ്ങിച്ച് കഴിക്കുന്ന അവർ കൃഷി ചെയ്യുന്നത് സൽക്കർമ്മമാണോ? അവർക്ക് നഷ്ടം വരാതിരിക്കാൻ അവർ ചെയ്യുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവർക്കുള്ള കയ്യിലെ മുടക്കെല്ലാം പോകുന്നു, ഇതെല്ലാം നശിച്ചു പോകുക. അതിനുവേണ്ടി വിഷങ്ങളങ്ങ് അടിക്കുന്നതനുസരിച്ച് ജനങ്ങൾ തിന്ന് നശിക്കുക. അപ്പോൾ സൽക്കർമ്മം എന്നതിൽ പറയാൻ പറ്റൂ? ഇങ്ങനെ ഓരോ കാര്യങ്ങളും. ഇപ്പം ഹോട്ടലിൽ ആഹാരം വേവിക്കുന്നത് കഴുകാതെ എടുക്കാതെ ചെയ്യുന്ന സൽക്കർമ്മം ആവുന്നത് എങ്ങനെയാണ്? നമ്മുടെ വീട്ടിൽ അത് ഓർക്കുമ്പോൾ എനിക്ക് അത്രമാത്രം സങ്കടമുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ കള്ളത്തരങ്ങളാണ്. ഹോട്ടലിൽ നന്നാവണം, പൈസ ഉണ്ടാക്കണമെന്നുള്ള മാത്രമല്ല, ജനങ്ങൾ എങ്ങനെ നശിച്ചോട്ടെ. അവർ ഇപ്പം എന്താ പറയുക, നമ്മൾ 4 വെള്ളം വൃത്തിയായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തും മതുത്തും ഒക്കെ നമ്മൾ കഴുകിയെടുത്താലും നമുക്ക് വൃത്തിയാകുന്നില്ല. അങ്ങനെയുള്ളതിൽ 1 വെള്ളം കഴുകിയിട്ടൊക്കെ ആയിരിക്കും എല്ലാം കൂടെ എടുത്ത് ഒന്നിച്ചിട്ട് കഴിവൊക്കെ ഉണ്ട്. എങ്ങനെ കാട്ടിക്കൂട്ടി നമുക്ക് എന്താ വേണം?
എന്നുള്ള ഈ ചെയ്ത ഒരിക്കൽ സൽക്രമം ആവത്തില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇത് ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ അവരുടെ ഉള്ളത്തിലറിയാം ഇതെല്ലാം വിഷമടിക്കുന്നതാണ്, ഇത് വൃത്തിയായിട്ട് ചെയ്യാതിരുന്ന ദോഷമാണെന്ന് അറിയാം. പക്ഷെ അറിഞ്ഞുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ളവർ ഏത് പുരാണം വായിച്ചാലെന്താ, ഏത് സന്യാസിനെടുക്കലോ ഏത് ഗുരുക്കന്മാരെടുക്കലോ ചെന്നെന്താ, അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലും ഒന്നും കിട്ടത്തില്ല. പ്രവൃത്തി സൽക്കർമ്മമായിരിക്കണം. ഏത് പ്രവൃത്തിയിലും ഉണ്ട് സത്യം. അതുകൊണ്ട് ഇത് ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ട് ഗുരുസേവയും ചെയ്യണം, ഗുരുക്കന്മാരെ സേവിക്കണം. എന്നിട്ട് ഭക്തി കൈക്കൊണ്ട് ഗുരുസേവയും ചെയ്ത് ചിത്തശുദ്ധിയും നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കണം. മനസ്സിനെ ശുദ്ധിയാക്കിയിട്ട് ദേഹശുദ്ധിയും വരുത്തി ചെയ്തുകൊണ്ട് നിത്യവും സൽക്കർമ്മങ്ങൾക്ക് ഇളക്കം വരുത്താതെ, നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ഇളക്കം വരുത്താതെ ഒരു നേരം പോലും അതിലൊരു മായം ചെയ്തുകൂടാ. അത് ഇളക്കമാണ്. അത് നല്ല ഉറപ്പ് വേണം ഞാൻ ചെയ്യുന്ന കറക്റ്റാണെന്നുള്ള കാര്യം. അതിന് ഉദാഹരണം എനിക്ക് പറയാൻ ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഇത്ര നാളും അങ്ങനെ തന്നെ എനിക്ക് വയ്യായ്മ കൊണ്ട് എന്നാലും ഞാൻ എനിക്ക് നല്ല നീതിയായിട്ട് തന്നെ ഞാൻ എന്തും ചെയ്യുന്നത്. ഒരപകടവും കാണിച്ച് ആർക്കും ഒന്നും കൊടുക്കാറുമില്ല. അതുകൊണ്ട് ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ട് നിത്യവും സൽക്കർമ്മങ്ങൾക്ക് ഇളക്കം വരുത്താതെ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം കറക്റ്റായിരിക്കണം. ഒരു തെറ്റും വരുത്താതെ സത്യത്തെ സമാശ്രയിച്ച് ആനന്ദ സ്വരൂപനായി. അപ്പോൾ സത്യത്തെ വേണം നമ്മൾ ആശ്രയിക്കാൻ. അപ്പോൾ അവിടെ കളങ്കം ഉണ്ടാവൂ. ചിത്തശുദ്ധി എത്രമാത്രം നല്ലതായിരിക്കും. നമ്മുടെ മനസ്സിനെ ശുദ്ധി, നല്ല മനസ്സിന് കളങ്കം ഉണ്ടാവൂ. എന്നും കറക്റ്റായ കാര്യങ്ങൾ കറക്റ്റോട് ചെയ്താൽ, സത്യത്തെ നിലനിർത്തി ചെയ്താൽ എങ്ങനെ ചിത്തശുദ്ധി അല്ലാതെ വരും? അപ്പം മനസ്സിന് ശുദ്ധമാവുന്നത് അങ്ങനെയാണ്. അല്ല എന്തെങ്കിലും കാട്ടിക്കുട്ടിയാൽ മനസ്സ് ശുദ്ധമാവത്തില്ല. നമുക്ക് എപ്പോഴും ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഉള്ളിൽ വരിക, അയ്യോ ഞാൻ ഇന്നലെ പ്രവർത്തികൾ ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൽ കിടന്ന് ഉരുവും. അപ്പോൾ നമുക്ക് അസുഖങ്ങളും രോഗങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും. കാരണം എന്താ, മനസ്സ് ശുദ്ധമല്ലാതെ പ്രാർത്ഥിക്കാൻ പോകും. ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കാൻ പൊക്കൂടാ. ഈശ്വരനെ അറിയാം. ഈശ്വരനെ കണ്ണിലും കാണുന്ന ആളാണ്. അരൂപിയാണെങ്കിലും സർവ്വതും അറിയാം ഭഗവാൻ പരമാത്മാവൻ. നമ്മൾ തന്നെയാണല്ലോ ഇരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സത്യത്തെ സമാശ്രയിച്ച് ആനന്ദ സ്വരൂപനായി മാനസ വചന ദേഹങ്ങളെ അടക്കി നമ്മളെ മനസ്സിനെയും വാക്കുകളെയും, ഇങ്ങനെ പറയുന്ന വാക്കിനെ എല്ലാം അടക്കണം. വേണ്ടാത്ത കാര്യങ്ങൾ അടക്കണം. ഇതിപ്പം മനുഷ്യർക്ക് കേൾക്കുന്നത് പറഞ്ഞു കൊടുക്കുകയില്ലേ. അത് ആത്മാവിൽ നിറയാനുള്ള കാര്യങ്ങളാണല്ലോ. അത് ഭഗവാന്റെ വചനങ്ങൾ നമുക്ക് പറയാം. അല്ലാതെ നമ്മൾ വേണ്ടാത്ത ഈ ലോക ചിന്ത കിടക്കുന്ന വേണ്ടാത്ത അവൾ അങ്ങനെ പോയി ഇങ്ങനെ പോയി അപ്പുറത്ത് ചെന്നോണ പറഞ്ഞു ഇപ്പുറത്ത് അവരുടെ കാര്യം ഇവിടെ പറഞ്ഞ് അങ്ങനെയുള്ള വേണ്ടാത്ത കാര്യങ്ങൾ എന്താണ്, മാനസ വചനം. ഈ വചനത്തെ നമ്മൾ അടക്കണം. മനസ്സിനെ അടക്കണം, ദേഹങ്ങളെ അടക്കണം, ദേഹങ്ങളിലിരിക്കുന്ന ഇന്ദ്രിയങ്ങളെല്ലാം അടക്കണം, മനസ്സിനെ അടക്കണം, നിഗ്രഹിക്കണം. ഇതെല്ലാം വരുമ്പോഴാണ് എന്ത് വരുന്നത്, ആനന്ദ സ്വരൂപനായി മാനസ വചന ദേഹങ്ങളെ അടക്കുമ്പോഴാണ് സംഭവം. എന്നിട്ട് മാനസ വിഷയ സൗഖ്യങ്ങളെ ചിന്തിക്കണ്ട. മനസ്സോട് നമ്മളെ വിഷയസുഖങ്ങൾ. എന്താ വിഷയസുഖങ്ങൾ? ഈ പ്രപഞ്ചത്തിലെല്ലാം വിഷയങ്ങളാണ്. ഒരു നന്മ വന്നാലും അയ്യോ അവിടെ ഇന്ന ദിവസം അതും വേണ്ട, അത് സൗഖ്യമാണ്. അങ്ങനെയുള്ള ഈ ലോകത്തുള്ള സൗഖ്യം നമുക്ക് വേണ്ട. പരമാത്മാവിൽ ലയിക്കുന്ന ആനന്ദ സൗഖ്യം മതി. അതാണ് ഒരു സന്യാസിക്ക്, ഒരു ഭക്തന് വേണ്ടുന്നത്. ഇവിടെ നമുക്ക് ലോകത്തിൽ ചിലപ്പോൾ ആനന്ദം കിട്ടുന്ന ഭക്തനല്ലാത്തവർക്ക് പല കാര്യങ്ങളും സീരിയൽ കണ്ട് സുഖിക്കാം, സിനിമ കണ്ട് ആനന്ദിക്കാം. അങ്ങനെ പല പല ഭോഗസുഖങ്ങളുണ്ട്. ഇതൊക്കെയും നമ്മൾ എന്ത് വേണം, ഒരു ഭക്തൻ ചിന്തിക്കണ്ട, ചിന്തിക്കേ വേണ്ട. കാരണം ഇപ്പം 4 വർഷമായി ഞാൻ ഈ TV പോലും തുറന്നിട്ട്. കാരണം എന്താ, എനിക്കതിൽ സുഖം തോന്നിയില്ല. എന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ മഹാത്മാക്കളുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ വെറുതെ ഇരിക്കല്ലേ, ഞാൻ ഏകമായി ഇരിക്കല്ലേ, എപ്പോഴും ഏകത്തോടെങ്കിൽ ഇത് ഇങ്ങനെ എന്തെങ്കിലും കേൾക്കാൻ വയ്ക്കാൻ പലതും കാണും. ചിലപ്പോൾ മൃഗങ്ങളുടെയൊക്കെ വിഷമങ്ങളോ അതൊക്കെ കാണുമ്പോൾ ഒന്ന് കണ്ടിട്ട് അങ്ങ് പോകും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടുപോകുന്നത് അതിൽ ലയിക്കുമല്ല. എന്നാൽ അതിൽ നമ്മൾ ദുഃഖവും വേണ്ട. എങ്കിലും നമുക്ക് ഒരു അല്പം മനുഷ്യനല്ലേ, വിഷമം ഇല്ലാതില്ല. എന്നാലും ഞാൻ ചിന്തിക്കും, ഒന്നിലും ദുഃഖത്തിൽ ദുഃഖിക്കുകയും വേണ്ട, സുഖത്തിൽ സുഖിക്കുകയും വേണ്ട. ഒരു ഭക്തൻ അങ്ങനെയായി മാറണം, മുമുക്ഷു അങ്ങനെയാണ്. അതുകൊണ്ട് ഇതിലെല്ലാം നിന്ന് അത് കാണാതിരിക്കുക. നമ്മൾ എന്താ കാണുന്നത്, നമ്മൾ ഈ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊക്കെ കണ്ടുപോകണത്. യൂട്യൂബിൽ നമ്മൾ ഇടുന്നത് ഒന്ന് നോക്കും, അത് എത്തിയൊന്ന് നോക്കും, അത് ഒന്നുകൂടെ വായിച്ച് ശരിയാണെന്ന് അത് യൂട്യൂബിൽ പോയിട്ട് തിരിച്ച് നമ്മളൊന്ന് എടുക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ വെച്ച് പോകുന്നു, അത്രയേ ഉള്ളൂ. അത് തോന്നിയ സമയം ഈ പ്രഭാഷണങ്ങളൊക്കെ ഞാൻ കേൾക്കും, എനിക്ക് ഇഷ്ടമുള്ളത് കേൾക്കും. ഞാൻ പറയുന്നത് പോലെ ആയിരിക്കും അത് അവസ്ഥകൾ. എനിക്ക് അങ്ങനെ പറയാൻ അറിയത്തില്ലെങ്കിലും എന്നിൽ എന്താണ് എന്നിലുള്ളത് അതാണ് വേറൊരാൾ പറയുമ്പോൾ എനിക്കത് ഇഷ്ടമാണ് കേൾക്കാൻ. അത് ഞാൻ കേട്ടോണ്ടിരിക്കും, അത്രയേ ഉള്ളൂ. അതൊക്കെ അങ്ങ് കേൾക്കണമല്ലോ, അങ്ങനെയുള്ള ഭഗവാന്റെ കഥകളൊക്കെ കേൾക്കണമല്ലോ. അതുകൊണ്ട് മാനസേ വിഷയം വെച്ചാൽ ഈ ലോക ചിന്തകൾ, അങ്ങനെയുള്ള സുഖങ്ങൾ ആർക്കാണെന്ന് പറഞ്ഞിരുന്ന ഒരു ഭക്തന്, ആർക്ക് കൊടുക്കുന്ന ലക്ഷ്മണന് ഉപദേശം കൊടുക്കുന്നതാ. ഇത് എല്ലാവരും അങ്ങനെ ആവണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ആർക്കാണത് ആവശ്യം അവരത് വരുത്തേണ്ടുന്നത്.
ഇപ്പം 100 പേരിത് വായിക്കാൻ 4 പേർക്കെങ്കിലും ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിക്കൂടുന്നില്ല. ചില ഒരാൾക്കെങ്കിലും ചിലപ്പോൾ അത് കാണുക. എനിക്ക് അത് എന്നെ മക്കൾ വിളിക്കാറുണ്ട്, അമ്മേ എനിക്ക് ഈ ലോകത്തിലെ ഒന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല, ഒന്നും കാണാനോ കേൾക്കാനോ ഇഷ്ടപ്പെടും. അങ്ങനെ പല മക്കളും എന്നെ ഒന്ന് രാധ, ഒന്ന് നിർമ്മല പവിത്ര, ഇങ്ങനെ പല മക്കളും എന്നെ വിളിക്കാറുണ്ട്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. ചിലപ്പോൾ 2 പേരെ കാണുന്നിരിക്കട്ടെ മനസ്സിലാക്കാൻ. അതുകൊണ്ട് മനസ്സേ വിഷയ സൗഖ്യങ്ങളെ ചിന്തിക്കാതെ ജനന ജരാ മരണങ്ങളെ ചിന്തിച്ച് ഉള്ളിൽ അഹങ്കാരത്തിനും സമഭാവനയോടും നമുക്കിവിടെ നിർത്താം. കാരണം ഒരുപാട് സമയം 44 മിനിറ്റായി. മക്കൾ ഇതിലെല്ലാം കാണുമോ എന്തോ. കണ്ടില്ലെങ്കിൽ നഷ്ടം, എനിക്കൊന്നുമില്ല. കേൾക്കുന്ന ഒരാളെങ്കിലും ഇത് കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇത് ആവശ്യക്കാർ കാണും, അത് മതി. ചെവിയുള്ളവനും കേൾക്കട്ടെ, കാണുന്നുള്ളവനും കാണട്ടെ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ജരാമരണങ്ങളെ ചിന്തിക്കണം. നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് നമ്മൾ ചിന്തിക്കണം, നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ജനനം ആദ്യം തൊട്ട് ബാല്യം, കൗമാരം, ഇങ്ങനെ പിന്നെ യൗവനം, വാർദ്ധക്യമൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമുക്ക് ജരയും നരയൊക്കെ വന്നു തുടങ്ങി, നമുക്കിനി ഈശ്വരങ്ങളിലേക്ക് എത്താനുള്ള സമയം, അത് ചിന്തിക്കണ്ടേ. ചിന്തിക്കാതെ എന്താ പറയുക, ഇല്ല വട്ടനെ പോലെ കഴിഞ്ഞാൽ നമുക്ക് മൃഗങ്ങളെ പോലെ അതാണോ വേണ്ടേ? നമ്മുടെ ഓരോ സമയങ്ങൾ നമ്മൾ ചിന്തിച്ച് പോകണം. നമുക്ക് എപ്പോഴും ആര് വരും? ഈശ്വരൻ ദൈവദൂതന്മാരെ അയക്കണം. നമുക്ക് ജരയും നരയൊക്കെ വന്നു, നമുക്ക് അവിടേക്ക് എത്തണം. അതിൻ്റെ പ്രവൃത്തി നമ്മൾ ചെയ്യണം, അതിന് വേണ്ടുന്ന ഭക്തനാകണം, എല്ലാം ഒരുക്കി വയ്ക്കണം, അതിനുള്ള തയ്യാറെടുക്കണം. അതുകൊണ്ട് ഇവിടെ ജരാ മരണങ്ങളെ ചിന്തിക്കണമെന്നാണ് പറയുന്നത്. ചിലത് പറയും, എന്തിനാ ചുമ്മാ മരണത്തെപ്പറ്റി ചിന്തിക്കുന്നതെന്ന് ചോദിക്കും. പിന്നെ എങ്ങനെയാണ്? പിന്നെ എന്തോ ചിന്തിക്കണ്ടേ? നമ്മൾ എവിടം വരെ എത്തും, എവിടം വരെ പോകും? നമ്മൾ അത് അറിയാതെ അങ്ങ് ചത്തുപോവുകയാണോ വേണ്ടത്? ഈശ്വരങ്ങളിലേക്ക് പോകണ്ടേ? അങ്ങനെയുള്ളവർ എപ്പോഴും ഓർമ്മയിരിക്കണം, ഓർമ്മ വേണം. പരമാത്മാവ് എപ്പോഴാണ് വരുന്നത്? നമ്മൾ എന്താ പറയുന്നത്, അതിന് കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കണമെന്ന് ബൈബിളിലൊരു നിയമമുണ്ട്. കന്യകമാരെല്ലാം വിളക്കും എണ്ണയും എടുത്തു. മണവാളൻ എപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ചിലർ ഉറങ്ങിപ്പോയി, കണ്ണിൽ എണ്ണയില്ലാതെ. എന്താ ഉറങ്ങാൻ? വിളക്കും എണ്ണയൊന്നും അല്ല അവിടെ പറയുന്നത്. നമ്മൾ അത്രമാത്രം ശ്രദ്ധയോടുകൂടി ഇരിക്കണം, ഉണർന്നിരിക്കണം. എപ്പോഴാണ് മണവാളൻ വരുന്നതെന്ന് അറിയുമ്പോൾ അപ്പോൾ മണവാളനോടൊപ്പം നമ്മൾ ചേർന്നങ്ങ് പോകും, ലയിച്ച് കഥ കടയ്ക്കും, അകത്ത് കയറി. എന്താ കാരണം? അപ്പോൾ അവരെ എണ്ണയില്ലാത്തവരെന്തെങ്കിലും ഉറക്കം തൂങ്ങി ഇങ്ങനെ ഇരിക്കും. മണവാളൻ വന്ന് അകത്ത് കയറി മണവാട്ടിയായിട്ട്, പക്ഷേ ഉറക്കം തൂങ്ങി ഇങ്ങനെ ഇരിക്കും. എന്താ? അവരുടെ ഉണർന്നിട്ടില്ല, അവർക്ക് ആത്മീയമായി യാതൊരു അറിവുമില്ല. അവരും 10 കന്യകമാരുടെ ചേർന്നങ്ങ് ഇരിപ്പുണ്ട്, അവരങ്ങ് ഉറങ്ങിപ്പോയി. മണവാളൻ വരുന്നത് നോക്കി അർദ്ധരാത്രിക്കാണോ എപ്പോഴാണോ വരുന്നത് അറിയാൻ പറ്റുന്നത്. നല്ല കുട്ടികൾ എന്ത് വരും? ഉണർവോടുകൂടി ആരാധിച്ച് ഇങ്ങനെ ഇരിക്കും, ആനന്ദത്തിലിങ്ങനെ ഇരിക്കും. അപ്പം കാണാം പ്രകാശം വന്ന് ആനന്ദലഹരിയായി ആനന്ദിച്ച് അവരെങ്ങനെ അങ്ങ് ലയിച്ചങ്ങനെ. അതാണ് ജീവൻ മുക്തി. മറ്റവരെന്ത് ചെയ്യും? എല്ലാവരും പ്രാർത്ഥിക്കും, എവരെന്ത് ചെയ്യും? ഇതാണ് സംഭവം. ഇതാണ് കണ്ണിൽ, അതായത് എണ്ണയും വിളക്കും എണ്ണ ഉണ്ടെങ്കിലേ ഉറക്കം വരാം. എണ്ണ എന്തുവാ? ഈശ്വര കൃപ. ആ കൃപയിൽ ലയിച്ചിരിക്കുന്ന ആ ആനന്ദ നിർവൃതി വരുന്നവർക്ക് മാത്രമേ ലയിക്കാൻ പറ്റൂ. ആ എണ്ണ നമുക്ക് വരണം. ഈശ്വര കൃപ, ഈശ്വരൻ്റെ ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചാലും നമ്മൾ അനുഭൂതി, ആ ആനന്ദലഹരി നമ്മൾ അനുഭവിക്കണം. അതാണ് എണ്ണ. ആ എണ്ണ ഇല്ലാത്തവരാണ് നമുക്ക് കോട്ടുവായും ഈശ്വരാരാധന കേൾക്കുന്നതിന് ഉറക്കം വരും, ഈ അസുഖങ്ങൾ കൂടി വരും. ഇതങ്ങ് കളഞ്ഞിട്ട് പോയാൽ മതി, എനിക്കങ്ങ് അസ്വസ്ഥത എന്ന് പറയും. പക്ഷേ എനിക്കാണെങ്കിലോ ഇത് ആർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും ഇത് കേൾക്കുമ്പോഴും ഒക്കെ എനിക്ക് എത്രമാത്രം ആനന്ദ ലഹരിയാണെന്നറിയാമോ? അതെന്താ കാരണം? ആ എണ്ണയുണ്ട്, എണ്ണ നമ്മളിലുണ്ട്. അതുകൊണ്ടാണ്. അതെല്ലാവരും മനസ്സിലാക്കണം. വെച്ചാൽ നീണ്ടു പോയാലും വേണ്ടില്ല, എനിക്കിത് പറയാതിരിക്കാൻ നിവർത്തിയില്ല മക്കളെ. അതെനിക്ക് പറഞ്ഞു തരാതിരുന്നാൽ എനിക്കുള്ള സമയത്തിനല്ല ഞാൻ വില കൊടുക്കുന്നത്, ഞാൻ ഭഗവാന്റെ വചനത്തിനാണ് വില കൊടുക്കുന്നത്. അതുകൊണ്ട് കേൾക്കുന്നവർ മാത്രം കേൾക്കുക, ചെവിവഴൻ കേൾക്കുക, കണ്ണുള്ളവൻ കാണുക. ഇത്രയേ പറയാനുള്ളൂ. ഞാൻ ചിലപ്പോൾ ഇതിനേക്കാൾ സമയം എടുത്തെന്നിരിക്കും. കാരണം സമയം പോണതിന് എനിക്ക് യാതൊരു ഭ്രമവും ഇല്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയണം, ഇത് തന്നെ എനിക്ക് പോരാ. പക്ഷേ എന്താ, പാവപ്പെട്ട ചില മക്കൾക്കൊന്നും ചിലപ്പോൾ നെറ്റ് കാണത്തില്ല, ഇത്ര നീണ്ടു പോകുന്നു. അതുകൊണ്ട് ഞാനിത് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഹരിവും ഹരിവും ഹരിവും. എനിക്കിത് ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ. എത്ര പേർക്കെടുത്താലും സന്തോഷം, അത്രയും ആനന്ദം.